ഒരു എക്സ്ട്രാ പോയിന്റ് ഉണ്ട്. നിങ്ങൾ 1959 സ്വതന്ത്ര പാർട്ടി രൂപീകരിച്ചത് ആര് എന്ന് ചോദിക്കും. സ്വതന്ത്ര ഫോർ ഡെമോക്രസി 1974 ജയപ്രകാശ് നാരായൺ സ്ഥാപിച്ച സംഘടനയാണ്. ഏറ്റവും സ്ഥിരതയുള്ളതും പ്രകൃതിയിൽ 98.9% കാണുന്നതുമായിട്ടുള്ള കാർബണിന്റെ ഐസോടോപ്പ് കാർബൺ 12 ആണ്. പ്രകൃതിയിൽ ഇന്ന് നടന്ന ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തൊക്കെ നോക്കാം. സെക്കൻഡ് സ്റ്റേജിലുള്ള ആൾക്കാരൊക്കെ ഏകദേശം ഹോളിലൊക്കെ എത്തിക്കാണും. ശരി, അപ്പം നമുക്ക് വൈകുന്നേരം സെക്കൻഡ് സ്റ്റേജിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. ഇപ്പം നമുക്കിപ്പോൾ സമാധാനത്തോടെ അങ്ങ് തുടങ്ങിയാലോ. നമുക്ക് ക്വസ്റ്റ്യൻ റേറ്റ് ചെയ്ത് പോകാമേ. നമുക്ക് നിങ്ങളും കൂടെ ചേർന്നിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ റേറ്റും കൂടെ ചെയ്ത് പോകാം. എഴുതാൻ പറ്റുന്നതാണോ എഴുതാൻ പറ്റാത്തയാണോ എന്നുള്ളത്, കിട്ടാൻ ചാൻസ് ഉണ്ടോ ഇല്ലയെന്നുള്ളത് നമുക്ക് റേറ്റ് ചെയ്ത് പോകാം കേട്ടോ. ശരി, നോക്കിക്കോ. ഒന്നാമത്തെ ചോദ്യം, ലോഹങ്ങളുടെ രാജാവ്. ഇതാണ് ഒന്നാമത്തെ ചോദ്യം. ലോഹങ്ങളുടെ രാജാവ് ആരുടെ? ലോഹങ്ങളുടെ രാജാവ് ആരാണ്? വളരെ മുന്നേ ഇരിക്കുന്നു. ഓൾ ദ ബെസ്റ്റ്, നന്നായിട്ട് എഴുതിയിട്ട് കേട്ടോ. ലോഹങ്ങളുടെ രാജാവ് ആരാ? സ്വർണ്ണമാണല്ലേ? സ്വർണം. ഓക്കെ, ഓപ്ഷൻ എ സ്വർണ്ണമാണ്. ഇതെല്ലാവർക്കും എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. ഞാൻ ഈസി എന്ന കാറ്റഗറിയിൽ ഇടുന്നു. എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. അടുത്ത, ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡിജിറ്റൽ വാട്ടർ ഉച്ചകോടി. ഇവിടെ പലർക്കും തെറ്റാൻ ഒരു ചാൻസ് ഉണ്ട്. ക്വസ്റ്റ്യൻ നേരെ വായിച്ചില്ലെങ്കിൽ തെറ്റാൻ ചാൻസ് ഉണ്ട്. ഇന്ത്യയിൽ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡിജിറ്റൽ വാട്ടർ ഉച്ചകോടി നടന്നത് എവിടെയെന്നാണ് ചോദ്യം. ഓക്കെ, ഇത് കറണ്ട് അഫയേഴ്സ് എന്നുള്ളൊരു ടഫ് ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് പറയേണ്ടി വരും കേട്ടോ. എ ആണ് ആൻസർ കേട്ടോ. ബി അല്ല, എ ആണ് ആൻസർ കേട്ടോ. ബംഗളൂരു ആണ് ആൻസർ ഓക്കെ. ബി അല്ല ആൻസർ, ബംഗളൂരു ആണ് ആൻസർ കേട്ടോ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡിജിറ്റൽ വാട്ടർ ഉച്ചകോടിയാണ് ചോദിച്ചത്. അത് ബംഗളൂരു ആണ് ആൻസർ. ഓപ്ഷൻ എ ആണ് ആൻസർ കേട്ടോ. അത് പലർക്കും തെറ്റാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത, ഇത് വളരെ എളുപ്പമുള്ള ചോദ്യമാണ്. 16ാം കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നത് എന്നുള്ള ചോദ്യം. ഇത് ഏതൊരാളും, അതായത് പരീക്ഷയ്ക്ക് പോണ ഏതൊരാളും പഠിച്ച് ശരിയാക്കാൻ ചാൻസ് ഉള്ള ചോദ്യമാണ്. 2026 ഏപ്രിൽ 9 ആണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. എല്ലാവർക്കും എഴുതാൻ പറ്റുന്ന ഒരു ഈസി ക്വസ്റ്റ്യൻ ആണ് അല്ലേ? അടുത്ത, രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷണമുള്ള സാമൂഹ്യ പരിഷ്കർത്താവ്. ഇത് PYQ ആണ്. അതും എല്ലാവർക്കും എഴുതാൻ പറ്റും. ആരാ രണ്ടാം ബുദ്ധൻ എന്നറിയപ്പെടുന്നേ? PYQ ആണ്. അത് മാത്രമല്ല, അത് പലതവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. രണ്ടാം ബുദ്ധൻ എന്നറിയപ്പെടുന്ന ആരെയാണ് കുട്ടികളെ? ശ്രീനാരായണ ഗുരുവിനെയാണ് രണ്ടാം ബുദ്ധൻ എന്നറിയപ്പെടുന്നത് അല്ലേ? ഓക്കെ, അതും ഈസി ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അടുത്ത, ഇന്ത്യയിൽ ആദ്യത്തെ സ്പോർട്സ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെ? എവിടെയെന്നാണ് ചോദ്യം. ഞാൻ പറഞ്ഞു, റാൻഡം PYQല് അല്ലെങ്കിൽ റാൻഡം കറണ്ട് അഫയേഴ്സിൽ ഇതുപോലത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഓക്കെ, സ്പോർട്സ് മ്യൂസിയം കൊൽക്കത്തയിലാണ്. കിട്ടാൻ ചാൻസ് ഉണ്ടോ? എന്താ നിങ്ങളുടെ അഭിപ്രായം? പരീക്ഷ എഴുതിയവരാണെങ്കിലോ അല്ലെങ്കിൽ പരീക്ഷ ഇപ്പൊ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടവരാണെങ്കിലോ നിങ്ങളുടെ അഭിപ്രായം എന്താ? കിട്ടാൻ ചാൻസ് ഉണ്ടോ ഈ ക്വസ്റ്റ്യൻ? എവിടെയെങ്കിലുമൊക്കെ കറണ്ട് അഫയേഴ്സ് വായിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ സ്കിപ്പ് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇത് പാടാണ്. നമുക്ക് ടഫ് കാറ്റഗറിയിൽ ഇടാം കേട്ടോ. 50-50 ആണെങ്കിൽ എവിടെയും വായിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മൾ റീസെന്റ് ആയിട്ടൊക്കെ വായിച്ചവർക്ക് മാത്രം കിട്ടും. റീസെന്റ് ആയിട്ട് വായിച്ച ആൾക്കാർക്ക് മാത്രമേ കിട്ടാൻ ചാൻസ് ഉള്ളൂ. അതായത് ഈ അടുത്തിടയ്ക്ക് എപ്പോഴെങ്കിലും വായിച്ചിട്ടുള്ള ആൾക്കാരോ. ഓക്കെ, ടഫ് കാറ്റഗറിയിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പൊ 5 എണ്ണം നോക്കിയപ്പോൾ തന്നെ 2 എണ്ണം ടഫാണ്. കണ്ടിട്ടുണ്ടെങ്കിൽ നല്ല കാര്യം. തൃശ്ശൂർ നഗരത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്ന ഭരണാധികാരി ആരായിരുന്നു? ഒന്ന് കമന്റ് ചെയ്തേ. തൃശ്ശൂർ നഗരത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്ന ഭരണാധികാരി ആരായിരുന്നു? ആരാ തൃശ്ശൂർ നഗരത്തിന്റെ ശില്പി? ഇതൊക്കെ ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തിട്ടുള്ളതാണ്. രാമവർമ്മ ശക്തൻ തമ്പുരാനാണ് തൃശ്ശൂർ നഗരത്തിന്റെ ശില്പി അല്ലേ? ഓക്കെ, അപ്പൊ അതെന്താണ്? അത് ഈസി ക്വസ്റ്റ്യൻ ആണ്. പ്രാചീന മലയാളം ആരുടെ രചനയാണ്? ഓപ്ഷൻ എ ചട്ടമ്പി സ്വാമി അല്ലേ? ഓക്കെ, ചട്ടമ്പി സ്വാമി, പ്രാചീന മലയാളം. അതും ഈസി ക്വസ്റ്റ്യൻ ആണ് അല്ലേ? ഓക്കെ, ദ്രൗപദി മുർമു ഏത് സംസ്ഥാനത്തു നിന്നുള്ള വ്യക്തിയാണ്? ഇതൊക്കെ ഓൾറെഡി ചോദിച്ചു കഴിഞ്ഞ ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ദ്രൗപദി മുർമു ഏത് സംസ്ഥാനത്തുള്ള വ്യക്തിയാണ് കുട്ടികളെ? ദ്രൗപദി മുർമു ഒഡീഷ. ഓക്കെ, അതും ഈസി ക്വസ്റ്റ്യൻ ആണ്. ദ്രൗപദി മുർമു ഒഡീഷ, ഈസി ക്വസ്റ്റ്യൻ ആണ്. അടുത്ത, 2025 ഓടക്കുഴൽ പുരസ്കാരത്തിന് അർഹനായത് ആര്? ഓടക്കുഴൽ പുരസ്കാരമൊക്കെ നമ്മൾ ഷുവർ ഷോർട്ടായിട്ട് വിചാരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ അല്ലേ? ഓടക്കുഴൽ പുരസ്കാരം EP രാജഗോപാൽ അല്ലെ? EP രാജഗോപാൽ, ഈസി ക്വസ്റ്റ്യൻ ആണ്.
ഒഡീഷയിലെ മയൂർ ഫഞ്ചാണ് കേട്ടോ. ഒഡീഷയിലെ മയൂർ ഫഞ്ചിലാണ് ദ്രൗപദി മുർമു ജനിച്ചത്. അവര് സാന്താൾ ഗോത്രത്തിൽപ്പെട്ട വ്യക്തിയാണ് അല്ലെ, സാന്താൾ ഗോത്രത്തിൽപ്പെട്ട വ്യക്തിയാണ്. ഓക്കെ, അടുത്ത് കേരള സർക്കാരിന്റെ പരമോന്നത കായിക ബഹുമതി ഏതെന്നാണ് ചോദ്യം. നിങ്ങൾക്ക് അറിയണ്ട, നിങ്ങൾ ഓപ്ഷൻ നോക്കൂ. വള്ളത്തോൾ അവാർഡ് കായികത്തിനാണ്, ഓട്ടത്തിനാണ് വള്ളത്തോൾ അവാർഡ് കൊടുക്കുന്നത്? അല്ല, സന്തോഷ് ട്രോഫി ഫുട്ബോൾ ടൂർണമെന്റ് ആണ്. ഓക്കെ, അതൊരു ബഹുമതി അല്ല. ഇന്ദിരാഗാന്ധി ഗോൾഡ് കപ്പ് എന്ന സാധനം നമ്മൾ കേരളവുമായിട്ട് ബന്ധപ്പെട്ട് പഠിച്ചിട്ടേ ഇല്ല. അപ്പോൾ ഓപ്ഷൻ വെച്ച് എഴുതിക്കൂടെ ജി വി രാജ അവാർഡ് ആണെന്ന്? ജി വി രാജ അവാർഡ് ഈസി ക്വസ്റ്റ്യൻ, ഇതൊക്കെ ഈസി ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഓപ്ഷൻ വെച്ച് എഴുതിക്കൂടെ വെച്ചാൽ അങ്ങനെ തന്നെ പരീക്ഷ എഴുതേണ്ടത്. ഇപ്പൊ പലരും വിചാരിക്കും തനിക്കിവിടെ എന്ന് പറയാം, എക്സാം എഴുതാൻ പോയി ഞങ്ങൾക്ക് ഇതൊക്കെ പാടായിരുന്നു തോന്നിക്കഴിഞ്ഞാൽ എനിക്കൊന്നും പറയില്ല അവരുടെ അടുത്ത്. ഓക്കെ, ക്ലിയർ ആണ്, അത് ഈസി ക്വസ്റ്റ്യൻ ആണ് കേട്ടാ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ബാദോർജ നിലയം, ബാദോർജ നിലയമാണ് ചോദ്യം. വാദം മീൻസ് എന്താ കുട്ടികളെ? വാദം എന്ന് വെച്ചാൽ എന്താണ്? വാദം എന്ന് വെച്ചാൽ കാറ്റ്, കാറ്റിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലം, അതിനെയാണ് വാദോർജ നിലയം എന്ന് പറയുന്നത്. മണികരൻ ഭൗമതാപോർജ നിലയമാണ് കേട്ടോ. മണികരൻ ഭൗമതാപോർജ നിലയമാണ്. ഓക്കെ അല്ലേ? ഇതിന്റെ ആൻസർ ആർക്കെങ്കിലും പറയാവോ? വാദോർജ നിലയം, വാദോർജ നിലയം ആർക്കെങ്കിലും പറയാവോ കുട്ടികളെ? ലെംബയാണ് ആൻസർ. ഗുജറാത്തിലെ ലെംബയാണ് ആൻസർ കേട്ടോ. ലെംബ, ലെംബ ഗുജറാത്തിലെ. എക്സാം മാറ്റിയെന്നാ? വാട്ട് ഹാപ്പൻഡ്? ഉള്ളത് തന്നെയടേ ചോദ്യം പേപ്പർ ചോർന്നാ? അതിന് എവിടെയെങ്കിലും ചോദ്യം കൊടുത്തത് മാറിപ്പോയാ? അങ്ങനെ വല്ലതും ആയിരിക്കും ചിലപ്പോൾ. മാറ്റിയിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ ചോദ്യ പേപ്പർ ചോർന്നിട്ടുണ്ടാകും, അല്ലെങ്കിൽ ചോദ്യം കൊടുത്തത് മാറിപ്പോയി എങ്ങനെ ചെയ്ത് കാണും. അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂ വന്ന് കാണും ചിലപ്പോൾ. മാറ്റിയുണ്ട്. എന്തായാലും നമുക്ക് ചെയ്യാം, വാ. ഓക്കെ, അപ്പോൾ ഇവിടെ ലെംബയാണ്. ലെംബ, ലെംബ എവിടെയെന്നറിയോ? ലെംബ ഗുജറാത്തിലാണ്, ലെംബ ഗുജറാത്തിലാണ്, ലെംബ ഗുജറാത്തിലാണ് കേട്ടോ. ഗുജറാത്തിലെ ദ്വാരക ഡിസ്ട്രിക്റ്റിലാണ് കേട്ടോ. ദ്വാരക ഡിസ്ട്രിക്റ്റിലാണ്. ഓക്കെ, ഇത് മെജോറിറ്റി ആൾക്കാർക്കും ഈ ചോദ്യം മനസ്സിലായി കാണൂല. ഓക്കെ അല്ലേ? ചോദ്യം മനസ്സിലായി കാണൂല. ഓക്കെ, വാദോർജ നിലയം അത് എന്താണ് സംഭവം എന്ന് മനസ്സിലായി കാണൂല. ഈ ഊർജ നിലയം, നമ്മൾ ഈ പറയുന്ന ഭൗമതാപോർജ നിലയം, ഓക്കെ, സോഴ്സ് നമുക്ക് തപ്പാടാ. സ്കൂൾ ടെക്സ്റ്റ് ഉണ്ടായില്ല എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നോക്കാം. ഓക്കെ, കാരണം ഞാനിത് പെട്ടെന്ന് ആൻസർ പറയാൻ വേണ്ടിയിട്ട് കേട്ടാ. നമുക്ക് SCRT കാണും, ഇത് SCRT ഇല്ലാതിരിക്കൂല. ഓക്കെ അല്ലേ? SCRT ജോഗ്രഫി ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആണ്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ നമുക്ക് ടഫിലിടാം, വായിച്ചിട്ടുള്ളവർക്ക് മാത്രം കിട്ടാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നമ്മുടെ വാദോർജ നിലയം. ഞാൻ അതാ പറയാൻ വന്നത്, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് എന്ന് വിചാരിക്കും. കുറെ ആൾക്കാർ വിചാരിക്കും ഇത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ് എന്ന് വിചാരിക്കും അല്ലെ? സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണെന്ന് വിചാരിക്കും. ഓക്കെ അല്ലേ? ശരി, അടുത്ത ചോദ്യം. ഹിമാലയത്തിലെ ലവണജല തടാകം ഏതെന്നാണ് ചോദ്യം. ഹിമാലയത്തിലെ ലവണജല തടാകം ഏതെന്നാണ് ചോദ്യം. ഒന്ന് കമന്റ് ചെയ്തേടാ, അറിയാന്നുള്ളവരൊന്ന് കമന്റ് ചെയ്തേ. SCRT ആണെന്നാണ് എന്റെ വിശ്വാസം. നമുക്കത് നോക്കാം. ഹിമാലയത്തിലെ ലവണജല തടാകം രാഗാസ് ആണ് ആൻസർ. രാഗാസ് ആണ് ആൻസർ കേട്ടോ. രാഗാസ് ആണ് ആൻസർ. രാഗാസ്. ഓക്കെ, ഇതില് നിങ്ങൾക്ക് എഴുതാം. എങ്ങനെയെന്നറിയാവോ? ദാൽ എന്താണ് കുട്ടികളെ? ദാല് പ്യുവർ വാട്ടർ ആണ്, ശുദ്ധജല തടാകമാണ്. ഓക്കെ, വൂളാറും പ്യുവർ വാട്ടർ ആണ്. ഏറ്റവും വലുത് വൂളാറല്ലേ? ലോണാർ തടാകം ഹിമാലയത്തിലാണോ വരുന്നത്? ലോണാർ തടാകം വരുന്നത് എവിടെയാണ്? ഓക്കെ, ലോണാർ തടാകം ഉൽക്കാപതനത്തെ തുടർന്ന് രൂപം കൊണ്ട ലോണാർ തടാകം വരുന്നത് എവിടെയാണ്? ഉൽക്കാപതനത്തെ തുടർന്ന് രൂപം കൊണ്ട ലോണാർ തടാകം വരുന്നത് മഹാരാഷ്ട്രയിലാണ് വരുന്നത്. ഉൽക്കാപതനത്തെ തുടർന്ന് രൂപം കൊണ്ട തടാകം, ലോണാർ തടാകം മഹാരാഷ്ട്ര. സാമ്പാർ ലേക്കാണ് രാജസ്ഥാൻ കേട്ടോ. സാമ്പാർ ലേക്കാണ്. എക്സാം ക്യാൻസൽ ചെയ്തു. പിള്ളേർ ആഘോഷിക്കും. ഫസ്റ്റ് സ്റ്റേജ് എഴുതിയവര് ഇപ്പൊ പരീക്ഷ പാടെന്നും പറഞ്ഞുകൊണ്ട് ടെൻഷൻ അടിച്ചിരിക്കുമ്പം സെക്കൻഡ് സ്റ്റേജ് ആയാലും ഇപ്പൊ തുള്ളിച്ചാടനായിരിക്കും. ഇതൊക്കെ റിവിഷൻ ചെയ്യാലോ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, പടക്കമൊക്കെ പഠിച്ച് ആഘോഷിക്കണായിരിക്കും. അയ്യോ, ഞാൻ പറഞ്ഞില്ലേ, ഗസ് ഇറ്റ്. കണ്ട, ഇങ്ങനെയാണ് ഒരു ഡിക്റ്റേറ്റീവ് പ്രവർത്തിക്കേണ്ടത്. ക്വസ്റ്റ്യൻ ക്യാൻസൽ, അത് പരീക്ഷ ക്യാൻസൽ ചെയ്തപ്പോൾ ഞാൻ ഇപ്പൊ പറഞ്ഞില്ലേ, ക്വസ്റ്റ്യൻ മാറി കൊടുത്തതാണോ എന്ന്. സത്യം പരമാർത്ഥം. ഓക്കെ, നോക്കാം.
ശരി, ഇങ്ങോട്ട് നോക്കാം. അവിടം വരെ പോയത് വെറുതെയായി. നോക്കിക്കോ പിള്ളേരെ. അനു മതി മതി പറഞ്ഞ് എന്നങ്ങ് കേട്ടാ. അപ്പൊ നമുക്ക് സമാധാനത്തോടെ ഉത്തരങ്ങളൊക്കെ നോക്കാം. PSC 2 പറയാൻ വേണ്ടി ഇരിക്കുകയാണ് ഞാൻ. എനിക്ക് ഇത് ഇന്നത്തെ ഇത് കഴിഞ്ഞോട്ടെ, ഞായറാഴ്ച കേട്ടാ, കുറച്ച് പറയേണ്ടതുണ്ട്. ശരി, നോക്കിയുള്ളത്. അപ്പം ലോണാർ കേട്ടാ, ലോണാറ് മഹാരാഷ്ട്രയിലാണ്. കേട്ടാ. ഓക്കെ, ലോണാർ മഹാരാഷ്ട്രയിലാണ്. സാമ്പാർ ലേക്കാണ് എവിടെ വരുന്നത്? ലവണാംശം കൂടിയ സാമ്പാർ ലേക്കാണ് രാജസ്ഥാനിൽ വരുന്നത് കേട്ടോ. സാമ്പാർ ലേക്കാണ് എവിടെ വരുന്ന കുട്ടികളെ? രാജസ്ഥാനിൽ വരുന്നത് കേട്ടോ. മനസ്സിലായല്ലോ? ഉൽക്കാപതനത്താൽ രൂപപ്പെട്ടു എന്ന് കരുതപ്പെടുന്ന ഏത്? ലോണാർ ലേക്ക് മഹാരാഷ്ട്രയിലാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഊളാറ്, അതുപോലെ ദാല്, ഇതൊക്കെ ഹിമാലയത്തിൽ ജമ്മു കാശ്മീരിൽ വരുന്നത് തന്നെയാണ്. പക്ഷേ എന്താണ് കുട്ടികളെ? ശുദ്ധജല തടാകമാണ് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കോ. അപ്പൊ രാഗാറാണ് ഏത് വരുന്നത്? രാഗാസ് ആണ് ഏത് വരുന്നത്? ലവണജല തടാകം വരുന്നത്. വീട്ടിൽ പോ ഇങ്ങനെ ഡാൻസ് കളിച്ചു പോ. ഓക്കെ. അടുത്ത, ചലം നദി വക്രവലയങ്ങൾ രൂപപ്പെടുത്തുന്നതിന് കാരണമായി ഭവിച്ച തടാകം ഏതാണ് എന്നാണ് ചോദ്യം. ഓക്കെ, നല്ലൊരു ക്വസ്റ്റ്യൻ. ചലം നദി വക്രവലയങ്ങൾ രൂപപ്പെടുത്തുന്നത് കാരണമായി ഭവിച്ച തടാകം ഏത് എന്നാണ് ചോദ്യം. ആർക്കെങ്കിലും ഉത്തരവുണ്ടോ? അറിയില്ല, ആർക്കും അറിയില്ല. ഓക്കെ, ചലം നദി അത് വെച്ചിട്ടൊന്ന് എഴുതാൻ നോക്കിയേ. കിട്ടല്ലേ? പാടി തന്നെ. അപ്പൊ പിള്ളേരെ ഏതാണ്? സ്കിപ്പ് ചെയ്തു. അത് സ്കിപ്പല്ലേ, ടഫ് ക്വസ്റ്റ്യൻ ആണ്, ഇത് കിട്ടത്തില്ല. ടഫ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, ടഫ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, കിട്ടാൻ ഒരു ചാൻസും ഇല്ലാത്ത ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓക്കെ, അത് ഊളാറാണ് കേട്ടോ. ഊളാറാണ് ആൻസർ കേട്ടോ. ഊളാറാണ് കേട്ടോ. ഊളാർ. ഓക്കെ, ഓപ്ഷൻ എ ആണ് ആൻസർ. അടുത്ത്, സമാധാനത്തിന്റെ പാലം എന്നറിയപ്പെടുന്ന ഏതാണ് ചോദ്യം. സമാധാനത്തിന്റെ പാലം ഏതാ? സമാധാനത്തിന്റെ പാലം അതറിയോ? സമാധാനത്തിന്റെ പാലം അറിയോ പിള്ളേരെ? സമാധാനത്തിന്റെ പാലം നമ്മുടെ ജമ്മു കാശ്മീരിൽ ഇന്ത്യയും പാകിസ്ഥാനെയും ബന്ധിപ്പിക്കുന്ന അമാൻ സേതു ആണ് ആൻസർ. ഓപ്ഷൻ ഡി, അമാൻ സേതു. ടഫ് ക്വസ്റ്റ്യൻ ആണ്. അമാൻ സേതു ആണ് ആൻസർ. ഓക്കെ, മൊളാസിസ് ബേസിൻ അല്ലെങ്കിൽ മൊളാസിസ് തടം എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ സംസ്ഥാനം. ഇത് പ്രീവിയസ് ആണ്. മൊളാസിസ് തടം അല്ലെങ്കിൽ മൊളാസിസ് ബേസിൻ എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ സംസ്ഥാനം ആർക്കെങ്കിലും അറിയോ? മിസോറാം ആണ് കേട്ടോ. മിസോറാം. ഓക്കെ, ഞാനത് ഈസിയിൽ ഇടണോ? മൊളാസിസ് ബേസിൻ നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതൊക്കെ തന്നെയാണ്. ഓക്കെ, ഒരു തവണയിലും കേട്ട് കഴിഞ്ഞാൽ മൊളാസിസ് ബേസിൻ എന്ന പേര്, മൊളാസിസ് തടം എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ സംസ്ഥാനം മിസോറാം അല്ലേ? ഓക്കെ, ഓപ്ഷൻ ബി കേട്ടോ. കിട്ടേണ്ടതാണ്. ഞാൻ ഈസിയിൽ ഇടുന്നു കേട്ടോ. ഓക്കെ, നോക്കാം. അടുത്ത, ഇന്ത്യയിലെ ഏറ്റവും വലിയ തുരങ്ക റെയിൽപാത. പ്രിലിംസിന് തന്നെ ചോദിച്ചിട്ടുള്ള POQ ആണത്. ഓക്കെ, നമ്മൾ POQ റിവിഷനിലൊക്കെ എടുത്തിട്ടുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ തുരങ്ക റെയിൽപാത ഏതാ കുട്ടികളെ? ഇന്ത്യയിലെ ഏറ്റവും വലിയ തുരങ്ക റെയിൽപാത ഏതാണ് വരുന്നത്? കൊങ്കൺ പാതയാണോ പിർപ്പഞ്ചൽ പാതയാണോ വരുന്നത്? ആർക്ക് പറയാം? കൊങ്കൺ പാതയാണോ പിർപ്പഞ്ചൽ പാതയാണോ വരുന്നത്? പിള്ളേരെ, പണി പൂർത്തിയാക്കിയ ഏറ്റവും വലിയ റെയിൽ തുരങ്കപാത പിർപ്പഞ്ചൽ പാതയാണ് കേട്ടോ. ഓക്കെ, പിർപ്പഞ്ചൽ പാതയാണ് വരുന്നത് കേട്ടോ. ഓപ്ഷൻ സി ആണ് വരുന്നത്, പിർപ്പഞ്ചൽ പാത. ഓക്കെ, ക്ലിയർ ആണേ. ആരൊക്കെ വിളിക്കാണ്? ഒരു സെക്കൻഡ്, ഞാൻ ഫോണൊന്ന് സൈലന്റ് ആയിക്കോട്ടെ. ഇത് തന്നെ, എക്സാം മാറ്റി. പിള്ളേരെ, ഓപ്ഷൻ സി ആണ്, പിർപ്പഞ്ചൽ പാതയാണ് കേട്ടോ ആൻസർ വരുന്നത്. പിർപ്പഞ്ചൽ പാതയാണ് ആൻസർ വരുന്നത് കേട്ടോ. ഓക്കെ, നമ്മുടെ
ജമ്മു കാശ്മീരിലെ ബനിഹാള്, അതുപോലെ കാസിഗുണ്ടിനെ ബന്ധിപ്പിക്കുന്ന പിർപ്പഞ്ചൽ പാതയാണ് ആൻസർ വരുന്നത്. ഓക്കെ, എഴുതാൻ പറ്റുമായിരുന്നോ? എഴുതിയോ? എന്താണ് നിങ്ങളുടെ ഉത്തരം? എന്താണ്? കിട്ടിയോ? കിട്ടിയില്ല. ടഫായിരുന്നു അല്ലേ? പാടായിരുന്നു അല്ലേ? ഓക്കെ, പാടായിരുന്നു. അടുത്ത്, പഞ്ചപ്രയാഗ് സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്നാണ് ചോദ്യം. പഞ്ചപ്രയാഗ് SCERT ആണെങ്കിലും കിട്ടാൻ ചാൻസ് കുറവാണ്. പഞ്ചപ്രയാഗ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കുട്ടികളെ? പഞ്ചപ്രയാഗ് ഉത്തരാഖണ്ഡ് ഹിമാലയമാണ്. ഓപ്ഷൻ ബി ഉത്തരാഖണ്ഡ് ഹിമാലയമാണ്. ഓക്കെ, കിട്ടാൻ പാടാണ്, ടഫ് തന്നെയാണ്, കിട്ടാൻ പാട് തന്നെയാണ് അല്ലേ? ഓക്കെ, അടുത്ത്, ഇന്ത്യയിൽ യുറേനിയം നിക്ഷേപം കാണപ്പെടുന്നത് എവിടെയെന്നാണ് ചോദ്യം. ഗോണ്ട്വാന ശിലകൾ, ടെർഷ്യറി ശിലകൾ, ദർവാർ ശിലകൾ, ലാറ്ററൈറ്റ് ശിലകൾ. ഓക്കെ, അത് ആൻസർ വരേണ്ടത് ദർവാർ ശിലകളിലാണ് യുറേനിയം നിക്ഷേപം കാണപ്പെടുന്നത്. ദാറ്റ് ഈസ് ആൾസോ ടഫ് ക്വസ്റ്റ്യൻ ആണ്, അതും പാടാണ്. ഓക്കെ, അടുത്ത്, പ്രാചീന കാലത്ത് ബംഗാളിലെ സോനാർ താഴ്വരയും സിന്ധു താഴ്വരയും ബന്ധിപ്പിച്ചിരുന്ന പാത. ഓക്കെ, പ്രാചീന കാലത്ത് ബംഗാളിലെ സോനാർ താഴ്വരയും സിന്ധു താഴ്വരയും ബന്ധിപ്പിച്ചിരുന്ന പാത ഏതാണ് കുട്ടികളെ? ഷാഹി പാതയാണ്. ദാറ്റ് ഈസ് ആൾസോ ടഫ്, അതും പാടാണ്. ഓക്കെ, ജോഗ്രഫി പാട് തന്നെയാണ്. എണ്ണപ്പാടം അടിസ്ഥാനമാക്കിയുള്ള ഇന്ത്യയിലെ എണ്ണ ശുദ്ധീകരണശാല, അതായത് നമ്മുടെ എണ്ണപ്പാടവും അതുപോലെ തന്നെ അതിനോടൊപ്പം തന്നെ ഓയിൽ റിഫൈനറിയും വരുന്നത് എവിടെയെന്നാണ്? എണ്ണപ്പാടം അടിസ്ഥാനമാക്കിയുള്ള ഇന്ത്യയിലെ എണ്ണ ശുദ്ധീകരണശാല ദിഗ്ബോയി ആണ് വരേണ്ടത്. പക്ഷെ എക്സാം ഹാളിൽ നമ്മൾ ബറൗണി അതുപോലെ മധുര ഇതൊക്കെ പഠിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ഒരു ഐഡിയ വെച്ചിട്ട് ദിഗ്ബോയി എണ്ണപ്പാടമാണല്ലോ, അവിടെ എണ്ണ ശുദ്ധീകരണശാല ഉണ്ടാകും എന്ന് ചിന്തിക്കാനുള്ള ഒരു ഐഡിയ വന്നാൽ മാത്രമേ നമുക്കത് എഴുതാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഇതും ഞാൻ ടഫ് കാറ്റഗറിയിൽ തന്നെ ഇടുന്നു. ഓക്കെ, എളുപ്പമുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നില്ല, അത് ടഫ് കാറ്റഗറി. ഓക്കെ, ജോഗ്രഫി ഫുള്ള് നമ്മുടെ കണ്ണിന്റെ ഫ്രണ്ടിൽ കിടന്ന് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഉച്ചയ്ക്ക് നടക്കാൻ ഇതൊക്കെ നമ്മൾ 12 ആയപ്പോൾ പ്രെഡിക്റ്റ് ചെയ്ത് പിള്ളേരുടെ ചോദിച്ചു നോക്കിയത് കേട്ടോ, എക്സാം ക്യാൻസൽ ആകുമെന്ന്. നോക്കിയോ. അടുത്ത, ഡോക്ടർ KN രാജുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതെന്നാണ് ചോദ്യം. KN രാജുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതെന്നാണ് ചോദ്യം. ഇത് നമ്മുടെ കുറച്ച് ഐഡിയ ഉപയോഗിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ് പിള്ളേരെ. ഓക്കെ, തെറ്റായ പ്രസ്താവന. പ്ലാനിംഗ് കമ്മീഷൻ ചെയർമാൻ ആയിട്ടില്ല, കാരണം പ്ലാനിംഗ് കമ്മീഷന്റെ ചെയർമാൻ എപ്പോഴും പ്രധാനമന്ത്രി. അപ്പോൾ ഒന്നാമത്തെ തെറ്റാണ്. അപ്പോൾ ഒന്നാമത്തെ തെറ്റുള്ള ഓപ്ഷൻ മാത്രം നമുക്ക് എടുത്താൽ മതി. ഓക്കെ, റിസർവ് ബാങ്ക് ഗവർണർ ആയിട്ടില്ല. ഒരു മലയാളം റിസർവ് ബാങ്ക് ഗവർണർ ആയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മളത് പഠിച്ചിരിക്കും അല്ലേ? നിങ്ങളിപ്പോൾ KN രാജു റിസർവ് ബാങ്ക് ഗവർണർ ആയിട്ടുണ്ടോ ഇല്ലെന്ന് ചിന്തിക്കുമ്പോൾ ഒരു മലയാളിയാണ് അദ്ദേഹം റിസർവ് ബാങ്ക് ഗവർണർ ആയിട്ടുണ്ടോ ഇല്ലേ എന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഇവിടെ ആൻസർ. തെറ്റായിട്ടുള്ളത് 1ഉം 2ഉം. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ഞാൻ ഈസിയിൽ എടുത്തുള്ളൂ, കാരണം ഇതൊക്കെ വായിച്ചെഴുതാനുള്ള സ്കില്ല് വേണം. മനസ്സിലായ? ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ചോദ്യം വായിച്ചു തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് അറിഞ്ഞൂടെങ്കിലും ഓപ്ഷൻ വായിക്കണം. KN രാജ് 1ാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട് അതിന്റെ ആമുഖം തയ്യാറാക്കി, അതിന്റെ ഡ്രാഫ്റ്റ് തയ്യാറാക്കി എന്നുള്ള കാര്യം മാത്രം നിങ്ങൾക്ക് അറിയാവൂ. പക്ഷെ ഓപ്ഷൻ വായിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം അദ്ദേഹം പ്ലാനിംഗ് കമ്മീഷൻ ചെയർമാൻ ആയിട്ടില്ല, അദ്ദേഹം റിസർവ് ബാങ്ക് ഗവർണർ ആയിട്ടില്ല. പിന്നെ എന്താ പാട്? ഇതാ പറയുന്നത്, ഇങ്ങനെ വേണം എക്സാം എഴുതേണ്ടത്. മനസ്സിലായോ? ഓക്കെ, അടുത്ത്, ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്നറിയപ്പെടുന്നത് ആരെയാണ്? ക്വിറ്റ് ഇന്ത്യ സമരനായിക ആരാ പിള്ളേരെ? ക്വിറ്റ് ഇന്ത്യ സമരനായിക പോയല്ലോ, കമന്റ് വേണില്ലല്ലോ. ആരാ ക്വിറ്റ് ഇന്ത്യ സമരനായിക? ക്വിറ്റ് ഇന്ത്യ സമരനായിക അരുണ ആസിഫ് അലിയാണ്. ക്വിറ്റ് ഇന്ത്യ സമരനായിക അല്ലേ? ക്വിറ്റ് ഇന്ത്യ സമരനായിക അരുണ ആസിഫ് അലിയാണ്. കേട്ടോ, അരുണ ആസിഫ് അലിയാണ്. ഓക്കെ, ക്വിറ്റ് ഇന്ത്യ സമരനായകൻ ആരാ? ക്വിറ്റ് ഇന്ത്യ സമരനായകൻ ആരാണ്? ക്വിറ്റ് ഇന്ത്യ സമരനായിക അരുണ ആസിഫ് അലി ആണെങ്കിൽ ക്വിറ്റ് ഇന്ത്യ സമരനായകൻ ആരാണ് കുട്ടികളെ? ഗാന്ധിജി ആണോ? ക്വിറ്റ് ഇന്ത്യ സമരനായകൻ JP ആണ്. ജയപ്രകാശ് നാരായണനാണ് ക്വിറ്റ് ഇന്ത്യ സമരനായകൻ അല്ലേ? ജയപ്രകാശ് നാരായണനാണ് ക്വിറ്റ് ഇന്ത്യ സമരനായകൻ. ഓക്കെ, അപ്പൊ അതൊരു ഈസി ക്വസ്റ്റ്യൻ ആണ്. KN രാജന്റെ ഈ പോയിന്റ് പഠിച്ചോണേ. സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസിന്റെ സ്ഥാപകൻ, ഓർഗനൈസേഷണൽ ഇഷ്യൂസ് ഇൻ ഇന്ത്യൻ അഗ്രികൾച്ചർ രചിച്ചു കേട്ടോ. ഓർഗനൈസേഷണൽ
ഇഷ്യൂസ് ഇൻ ഇന്ത്യൻ അഗ്രികൾച്ചർ രചിച്ചു. ഇത് രണ്ടും ആരുമായി ബന്ധപ്പെട്ടതാണ്? KN രാജുമായി ബന്ധപ്പെട്ടതാണ്. ക്വസ്റ്റ്യനിൽ തന്നെ പഠിക്കേണ്ട പോയിന്റുകളുണ്ട് കേട്ടോ, അത് നോക്കിക്കോണേ. സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യ മന്ത്രിസഭയിൽ വാർത്താവിനിമയ വകുപ്പ് മന്ത്രി ആരായിരുന്നു എന്നാണ് ചോദ്യം. ഇവിടെ നിങ്ങൾക്ക് വാർത്താവിനിമയ വകുപ്പ് മന്ത്രി രാജ്കുമാരി അമൃത് കൗർ നിങ്ങൾക്ക് അറിയാം, ആരോഗ്യ വകുപ്പ് മന്ത്രിയായിരുന്നു അല്ലേ? രാജ്കുമാർ അമൃത് കൗർ ആരോഗ്യ വകുപ്പ് മന്ത്രിയായിരുന്നു. മൗലാന അബുൽ കലാം ആസാദ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരുന്നു. മൗലാന അബുൽ കലാം ആസാദ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരുന്നു. ജഗ്ജീവൻ റാം ഏത് വകുപ്പ് മന്ത്രിയായിരുന്നു കുട്ടികളെ? ജഗ്ജീവൻ റാം ഏത് വകുപ്പിന്റെ മന്ത്രിയായിരുന്നു? ആർക്ക് പറയാം? നിങ്ങൾ പറയും. ജഗ്ജീവൻ റാം ഏത് വകുപ്പിന്റെ മന്ത്രിയായിരുന്നു? പറയുന്നില്ല, ആരും പറയുന്നില്ല. ജഗ്ജീവൻ റാം ഏത് വകുപ്പിന്റെ മന്ത്രിയായിരുന്നു? അദ്ദേഹം തൊഴിലുണ്ടായിരുന്നു, അതുപോലെ കൃഷി ഉണ്ടായിരുന്നു. ഓക്കെ, തൊഴിലുണ്ടായിരുന്നു, അതുപോലെ കൃഷി ഉണ്ടായിരുന്നു. അപ്പൊ ആ വകുപ്പുകളുടെയൊക്കെ മന്ത്രിയായിരുന്നു. എക്സാം മാറ്റി അറിഞ്ഞ്. ഓക്കെ, ആരോഗ്യം രാജ്കുമാരി അമൃത് കൗർ, മൗലാന അബുൽ കലാം ആസാദ് വിദ്യാഭ്യാസം, ജഗ്ജീവൻ റാം ഏതാണ് കുട്ടികളെ? തൊഴില്, കൃഷിയൊക്കെയാണ് ജഗ്ജീവൻ റാമിന്റെ വകുപ്പുകളായിരുന്നത്. ഓക്കെ, മനസ്സിലായ? അപ്പൊ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് റാഫി അഹമ്മദ് കിദ്വായി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. റാഫി അഹമ്മദ് കിദ്വായിയാണ് ആൻസർ ആയിട്ട് വരുന്നത്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ക്വസ്റ്റ്യൻ എളുപ്പമാണ്, നിങ്ങളെ കൊണ്ട് തന്നെ പറയിപ്പിക്കുന്നു. പരീക്ഷ എഴുതിയ കുട്ടികളുണ്ട്. ഓക്കെ, പരീക്ഷ എഴുതിയ നിങ്ങൾ തന്നെ പറ, നിങ്ങളുടെ ഒരു സർവേ പോലെ പറഞ്ഞാൽ മതി. എന്താണ് ക്വസ്റ്റ്യൻ, എളുപ്പമാണോ പാടാണോ? പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങളുടെ അടുത്ത്, ഇതൊക്കെ നിങ്ങൾ വായിച്ച് നോക്കണം കേട്ടോ. രാജ്കുമാരി അമൃത് കൗർ, മൗലാന അബുൽ കലാം ആസാദ് കേട്ടോ, ഇതൊക്കെ നിങ്ങൾ വായിച്ച് നോക്കണം. നിങ്ങൾക്ക് ഡൗട്ട് വരുന്നത് റാഫി അഹമ്മദ് കിദ്വായിയും അതുപോലെ ജഗ്ജീവൻ റാമുമാണ്. ഓക്കെ, അപ്പൊ ഞാൻ ഇതൊരു കൺഫ്യൂഷൻ ക്വസ്റ്റ്യൻ ആയിട്ട് ഇടുകയാണ് കേട്ടോ. ഞാൻ എളുപ്പമൊന്നും പറയുന്നില്ല, പാടൊന്നും പറയുന്നില്ല, ഞാനൊരു കൺഫ്യൂഷൻ ക്വസ്റ്റ്യൻ ആയിട്ട് ഇടുകയാണ് കേട്ടോ. ഒരു കൺഫ്യൂഷൻ, രണ്ട് ഓപ്ഷനിൽ കൺഫ്യൂഷൻ വരും. ഓപ്ഷൻ സിയിലും ഓപ്ഷൻ ഡിയിലും എന്ത് വരും? കൺഫ്യൂഷൻ വരും കേട്ടോ. ഓക്കെ അല്ലേ? അതുകൊണ്ട് ഞാനൊരു കൺഫ്യൂഷൻ ക്വസ്റ്റ്യൻ ഇടുകയാണ്. കൺഫ്യൂഷൻ ഓപ്ഷൻ സിയിലും ഓപ്ഷൻ ഡിയിലെ വരാവൂ, അത് ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. അടുത്ത, ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിനെ ഇന്ത്യയുടെ കേന്ദ്ര നേതൃത്വം ആദ്യം അംഗീകരിക്കാത്തതിന് കാരണമെന്ത് എന്നതാണ് ചോദ്യം. ആദ്യം അംഗീകരിച്ചില്ല, അവർ എന്തുകൊണ്ട് അംഗീകരിച്ചില്ല എന്നതാണ് ചോദ്യം. ഓക്കെ, ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിനെ ഇന്ത്യയുടെ കേന്ദ്ര നേതൃത്വം ആദ്യം അംഗീകരിക്കാത്തതിന് കാരണമെന്ത് എന്നതാണ് ചോദ്യം. ജനാധിപത്യം സംരക്ഷിക്കാൻ എന്നൊരു പോയിന്റ് ഉണ്ട്. ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ജനങ്ങളുടെ ഭരണം എന്നതാണ് ജനാധിപത്യം. അതൊരിക്കലും ജനാധിപത്യം സംരക്ഷിക്കാനായിട്ട് സംസ്ഥാനങ്ങൾ രൂപീകരിക്കാതിരിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഒന്നാമത്തെ തെറ്റാണെന്ന് ചിന്തിക്കാമെങ്കിൽ ഓപ്ഷൻ എയും ക്യാൻസലായി, ഓപ്ഷൻ ബിയും ക്യാൻസലായി, ഓപ്ഷൻ എയും ഓപ്ഷൻ ബിയും എന്ത് ചെയ്തു കുട്ടികളെ? ക്യാൻസലായി. പിന്നെ ഉള്ളത് 3ഉം 4ഉം 2ഉം 3ഉം. വിഘടനവാദി ഭീഷണി ഇല്ലാതാക്കാൻ ശരിയാണോ തെറ്റാണോ? വിഘടനവാദ ഭീഷണം ഇല്ലാതാക്കാൻ ശരിയാണോ തെറ്റാണോ? അത് ശരിയാണ്. വിഘടനവാദം ഇല്ലാതാക്കാൻ എന്നുള്ളത് എന്താ കുട്ടികളെ? ശരിയാണ്. വിഘടനവാദം ഇല്ലാതാക്കുക, അതായത് പ്രാദേശിക വികാരങ്ങൾ. ഇപ്പം ഇപ്പൊ കേരളത്തിലുള്ളവർ നമ്മുടെ ഒരു പ്രത്യേക ഭാഗമായി നിൽക്കുന്നു, പഞ്ചാബിലുള്ളവർ നമ്മളൊരു പ്രത്യേക ഭാഗമായി നിൽക്കുന്നു. അപ്പൊ അങ്ങനെയുള്ള വിഘടനവാദ ഭീഷണി ഇല്ലാതാക്കാൻ. പിന്നെ രാജ്യത്തിന്റെ ഐക്യം, നമ്മളെ യൂണിറ്റി തകരുക, അപ്പൊ അതിന് കാരണമായേക്കാം. ഓക്കെ, ക്ലിയർ ആണ് കേട്ടോ. അപ്പം 2ഉം 3ഉമാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. 2ഉം 3ഉമാണ് ആൻസർ ആയിട്ട് വരുന്നത്. 2ഉം 3ഉം എന്ന് പറയുമ്പോൾ ആൻസർ ഏത് വരും? ഓപ്ഷൻ ഡി ആണ് ആൻസർ. 2ഉം 3ഉമാണ് കേട്ടോ. ഓക്കെ, ആഭ്യന്തര സ്വയംഭരണം ഉറപ്പാക്കുക എന്നുള്ളത് തെറ്റാണ്. വിഘടനവാദ ഭീഷണി ഇല്ലാതാക്കാനും രാജ്യത്തിന്റെ ഐക്യം കാത്തു സൂക്ഷിക്കാനും നമുക്കൊരു +2 ലെവല് അല്ലെങ്കിൽ ഒരു 10th ലെവല് മെയിൻ എക്സാമിന് ചോദിക്കേണ്ട തരത്തിലുള്ള ചോദ്യമാണിത്. ഒരു പ്രിലിംസ് എക്സാമിന് നമുക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു ചോദ്യമാണിത്.
ഓക്കെ, ഇത് നമുക്ക് വായിച്ചെടുക്കുമ്പോൾ ഈ ജനാധിപത്യത്തിന്റെ പോയിന്റും പിന്നെ ഈ ആഭ്യന്തര സ്വയംഭരണം ഉറപ്പാക്കാൻ ആ 2 പോയിന്റും ക്യാൻസൽ ചെയ്യാനുള്ള ഒരു ഐഡിയ എക്സാം ഹാളിൽ കിട്ടിയാൽ മാത്രമേ ഇതിന്റെ ഉത്തരം നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. ഇല്ലാത്ത പക്ഷത്തിൽ ഇത് ടഫ് ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ. ഓക്കെ അല്ലേ? നമ്മൾ എക്സാം ഹാളിൽ 1.25 മണിക്കൂർ കേട്ടോ, 1.25 മണിക്കൂർ നമുക്ക് എക്സാം ഹാളിൽ ഇത് നമുക്ക് കവർ ചെയ്യണമെങ്കിൽ അത്രത്തോളം ആലോചിക്കേണ്ട സമയം നമുക്ക് കിട്ടണം. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കിക്കോണം, ദേശീയ നേതാക്കൾ ആദ്യം ഇതിനെ എതിർക്കാനുള്ള കാരണം ഇതൊക്കെയാണ്. വിഘടനവാദ ഭീഷണി ഇല്ലാതാക്കാൻ, രാജ്യത്തിന്റെ ഐക്യം കാത്തു സൂക്ഷിക്കാൻ. ഓക്കെ അല്ലേ? ക്ലിയർ ആണ്. ആഭ്യന്തര സ്വയംഭരണത്തിൽ കിടന്ന് തപ്പാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ ടഫ് ക്വസ്റ്റ്യൻ ആയിട്ട് ഇടുന്നത്. ഓക്കെ, ഈ പരീക്ഷ അപേക്ഷിച്ച്. ഓക്കെ, അടുത്ത ഏത് സത്യാഗ്രഹത്തിന്റെ പ്രചരണ സമയത്താണ് നേതാവ് എന്നർത്ഥമുള്ള സർദാർ എന്ന വിളിപ്പേര് വല്ലഭായ് പട്ടേലിന് ലഭിച്ചത്? ഇതൊക്കെ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള പോയിന്റ്സ് തന്നെയാണ്. ഏത് സത്യാഗ്രഹത്തിന്റെ പ്രചരണ സമയത്താണ് നേതാവ് എന്നർത്ഥമുള്ള സർദാർ എന്ന വിളിപ്പേര്? അത് ബർദോളി സത്യാഗ്രഹം 1928, ബർദോളി സത്യാഗ്രഹം 1928, ഗുജറാത്ത്. ആ പേരിട്ട് കൊടുത്തത് ആരാ? ഈ പേരിട്ട് കൊടുത്തത് ആരാ? സർദാർ എന്ന പേര് പട്ടേലിന് കൊടുത്തതാരാ കുട്ടികളെ? സർദാർ എന്ന പേര് പട്ടേലിന് കൊടുത്തതാരാണ്? സർദാർ എന്ന് പട്ടേലിനെ വിളിച്ചതാരാണ്? ഗാന്ധിജി. സർദാർ എന്ന് പട്ടേലിനെ വിളിച്ചതാരെന്ന് കേട്ട് കഴിഞ്ഞാൽ അത് ഗാന്ധിജിയാണ് അല്ലേ? ഗാന്ധിജി. ഓക്കെ അല്ലേ? ഓക്കെ, നിങ്ങൾക്ക് അറിയാലോ, അതായത് കർഷകർക്ക് 30% എന്ത് ചെയ്തു? നികുതി വർധനവ് ബ്രിട്ടീഷ് ഗവൺമെന്റ് ആവശ്യപ്പെട്ടു. 30% നികുതി വർധനവ് ബ്രിട്ടീഷ് ഗവൺമെന്റ് ആവശ്യപ്പെട്ടു. തുടർന്ന് ഈ കർഷകർക്ക് വേണ്ടിയിട്ട് നടന്ന സമരമാണ് ബർദോളി സത്യാഗ്രഹം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ആ സമരം ഇദ്ദേഹം സർദാർ പട്ടേല് വളരെ മികച്ച രീതിയിൽ ഓർഗനൈസ് ചെയ്തത് കണ്ടിട്ട് ഇനി മുതൽ നിങ്ങൾ നേതാവ് നടത്തം വരുന്ന സർദാർ എന്ന പേരിൽ അറിയപ്പെടും. അങ്ങനെ ഗാന്ധിജിയാണ് സർദാർ എന്ന പേര് വല്ലഭായ് പട്ടേലിന് കൊടുത്തത് കേട്ടോ. ശരി. ചപ്പാത്തി പ്രസ്ഥാനം സ്വാതന്ത്ര്യ സമരത്തിലെ ഏത് സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ചപ്പാത്തി പ്രസ്ഥാനമൊക്കെ എളുപ്പമുള്ള ചോദ്യമാണ് കുട്ടികളെ. ചപ്പാത്തി പ്രസ്ഥാനമൊക്കെ എളുപ്പമുള്ള ചോദ്യമാണ്. ഞാനിത് ഈസിയിൽ എടുത്തുള്ള ഈ ക്വസ്റ്റ്യൻ, ഇത് ഈസിയിൽ എടുത്തുള്ളൂ. ഓക്കെ, ഒന്നാം സ്വാതന്ത്ര്യ സമരം, ചപ്പാത്തി പ്രസ്ഥാനം ഒന്നാം സ്വാതന്ത്ര്യ സമരം. ഓക്കെ, അത് ഈസി ക്വസ്റ്റ്യൻ ആണ്. ചപ്പാത്തി പ്രസ്ഥാനം ഒന്നാം സ്വാതന്ത്ര്യ സമരം, അത് ഈസി ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ക്ലിയർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്തേ. ഒന്ന് വായിച്ചേക്കാം. നമുക്ക് ഇനിയിപ്പം എക്സാം ഇല്ലല്ലോ, നമുക്ക് സമാധാനത്തോടെ പയ്യെ ചെയ്യാം. നമുക്ക് ചെയ്തോ. ആയിരത്തി 1939 നടന്ന അഖിലേന്ത്യാ നാട്ടുരാജ്യ പ്രജാ സമ്മേളനവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏത് എന്നാണ് ചോദ്യം. 1939 നടന്ന അഖിലേന്ത്യാ നാട്ടുരാജ്യ പ്രജാ സമ്മേളനവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. ഓക്കെ, ഈ 1939 ഓൾ ഇന്ത്യ സ്റ്റേറ്റ്സ് പീപ്പിൾസ് കോൺഫറൻസ് എവിടെയാ നടന്നതെന്നറിയോ? ഡിഗ്രി ലെവലിൽ ചോദിച്ചിട്ടുണ്ട്. എവിടെ വെച്ചാണ് ആ സമ്മേളനം നടന്നത്? നാട്ടുരാജ്യ പ്രജാ സമ്മേളനം നടന്നത് എവിടെയാണ്? എവിടെ വെച്ചിട്ടാ കുട്ടികളെ? സൈക്കിൾ നഗരം ഏതാ? കുട്ടികളെ? സൈക്കിൾ നഗരം പറയുന്നില്ല ആരും. സൈക്കിൾ നഗരം ഏതാ? ലുധിയാന എവിടെ വെച്ചിട്ടാണ്? കുട്ടികളെ? ലുധിയാന എവിടെ വെച്ചിട്ടാണ്? ലുധിയാന ഏത് സംസ്ഥാനത്താണ്? ലുധിയാന പഞ്ചാബ് അല്ലേ? ലുധിയാന പഞ്ചാബാണ്. ഓക്കെ, അവിടെ വെച്ചിട്ടാണ് നടന്നത്. അപ്പം ജവഹർലാൽ നെഹ്റു ആണ് അതിന് നേതൃത്വം കൊടുത്തത്. അതും ഓർത്തിരിക്കണം. ജവഹർലാൽ നെഹ്റു ആണ് എന്ത് ചെയ്ത് കുട്ടികളെ? നേതൃത്വം കൊടുത്തത് എന്ന് ഓർത്തിരിക്കുക. ഓക്കെ അല്ലേ? ഇനി ഇന്ത്യയുടെ ഐക്യമെന്ന സങ്കല്പത്തിന് കരുത്തേകി. ഓക്കെ, ഇന്ത്യയുടെ ഐക്യമെന്ന സങ്കല്പത്തിന് കരുത്തേകി, അത് ശരിയാണ്.
പൗരാവകാശങ്ങൾ നാട്ടുരാജ്യങ്ങളിലെ പ്രജകൾക്ക് നൽകണമെന്ന് വാദിച്ചു. പൗരാവകാശങ്ങൾ നാട്ടുരാജ്യങ്ങളിലെ പ്രജകൾക്ക് നൽകണമെന്ന് വാദിച്ചു. ഓക്കെ, അത് രണ്ടും ശരിയാണ്. അടുത്ത്, നാട്ടുരാജ്യങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വാദിച്ചു. അത് തെറ്റാണ്. നാട്ടുരാജ്യങ്ങളുടെ കൂട്ടായ്മ നിലവിൽ വന്നു. അതും തെറ്റാണ്. ഇവിടെ ഓപ്ഷൻ എ ആണ്. 1ഉം 2ഉമാണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഓപ്ഷൻ എ 1ഉം 2ഉമാണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഉറപ്പായിട്ടും ഇതൊരു ടഫ് ക്വസ്റ്റ്യൻ ആണ്. ഉറപ്പായിട്ടും നിങ്ങൾ സാധാരണ ഒരു പ്രിലിംസ് എക്സാമിനോ അല്ലെങ്കിൽ 10th മെയിൻ എക്സാമിനോ ഒന്നും പഠിക്കാത്ത തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു റയർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അത് ടഫ് ക്വസ്റ്റ്യൻ തന്നെയാണ് അല്ലേ. അടുത്ത, താഴെ പറയുന്നവരിൽ കേന്ദ്രീകൃത ആസൂത്രണത്തിന്റെ വിമർശകനായിരുന്ന വ്യക്തി ആരാണ്? താഴെ പറയുന്നവരിൽ കേന്ദ്രീകൃത ആസൂത്രണത്തിന്റെ വിമർശകനായിരുന്ന വ്യക്തി ആരാണ്? ഓക്കെ, ആരാ കുട്ടികളെ? കേന്ദ്രീകൃത ആസൂത്രണം, അതായത് നമ്മുടെ ഈ സെൻട്രൽ എല്ലാ പദ്ധതികളും, സാമ്പത്തിക പ്രവർത്തനങ്ങൾ, ഓക്കെ, സാമ്പത്തിക പ്രവർത്തനങ്ങളിലെല്ലാം തന്നെ കേന്ദ്ര നിയന്ത്രണത്തിലായിരിക്കണം എന്നതിനെയാണ് കേന്ദ്രീകൃത ആസൂത്രണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കേന്ദ്രീകൃത ആസൂത്രണത്തിനെ വിമർശിച്ചുകൊണ്ടിരുന്ന വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? സി രാജഗോപാലാചാരി. ആരാ കുട്ടികളെ? സി രാജഗോപാലാചാരിയാണ് ആൻസർ കേട്ടോ. സി രാജഗോപാലാചാരിയാണ് ആൻസർ. കേന്ദ്രീകൃത ആസൂത്രണത്തിന്റെ വിമർശകനായിരുന്ന വ്യക്തി സി രാജഗോപാലാചാരി. മസ്റ്റ് ആയിട്ടും ഇതൊരു ടഫ് ക്വസ്റ്റ്യൻ ആണ്. ഇതൊരു ടഫ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഒരു ടഫ് ക്വസ്റ്റ്യൻ ആണ്. എഴുതാൻ പറ്റിയോ ആർക്കെങ്കിലും? ആർക്കെങ്കിലും എഴുതാൻ പറ്റിയോ? എഴുതാൻ പറ്റിയോ? പറഞ്ഞ കുട്ടികളെ. എഴുതാൻ പറ്റിയോ ഇല്ലയോ? നിങ്ങൾ ഇവിടെ പഠിക്കേണ്ട ഒരു എക്സ്ട്രാ പോയിന്റ് ഉണ്ട്. നിങ്ങൾ 1959 സ്വതന്ത്ര പാർട്ടി രൂപീകരിച്ചത് ആര് എന്ന് ചോദിക്കും. സ്വതന്ത്ര പാർട്ടി രൂപീകരിച്ചത് ആരെന്ന് ചോദിക്കും. 1959 സ്വതന്ത്ര പാർട്ടി രൂപീകരിച്ചത് ആരെന്ന് ചോദിക്കും. അത് സി രാജഗോപാൽ ആചാരിയാണ്. അത് സി രാജഗോപാൽ ആചാരിയാണ് 1959 സ്വതന്ത്ര പാർട്ടി രൂപീകരിച്ചത്. ഓക്കെ അല്ലേ? അത് ഈ ജവഹർലാൽ നെഹ്റുവിന്റെ ഇത്തരത്തിലുള്ള സോഷ്യലിസ്റ്റ് പോളിസിക്കൊക്കെ എതിരെയായിട്ടാണ് എന്ത് ചെയ്തത്? അദ്ദേഹം ഇത് രൂപീകരിച്ചത്. ഓക്കെ അല്ലേ? സ്വതന്ത്ര പാർട്ടി 1959 സി രാജഗോപാലാചാരി. ഓക്കെ അല്ലേ? അത് ഓർത്ത് വെച്ചോണം കേട്ടോ. അത് ഈ പറയുന്ന ജവഹർലാൽ നെഹ്റുവിന്റെ സോഷ്യലിസ്റ്റ് ആശയങ്ങൾ അല്ലെങ്കിൽ കേന്ദ്രീകൃത ആസൂത്രണത്തിനെ വിമർശിച്ചുകൊണ്ട് രൂപീകരിച്ച ഒരു പാർട്ടിയാണെന്നുള്ള മനസ്സിലാക്കുക. അടുത്ത, ബോംബെ പ്ലാനുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ ഏതെന്നാണ് ചോദ്യം കേട്ടോ. നോക്കിയേ, വ്യവസായികളും സംരംഭങ്ങളും ആസൂത്രണത്തിന് എതിരായിരുന്നു എന്ന് പറയുന്നുണ്ട്. വ്യവസായികളും സംരംഭകരും ആസൂത്രണത്തിന് എതിരായിരുന്നു. അത് തെറ്റല്ലേടാ? അത് തെറ്റല്ലേ? നമുക്ക് വായിക്കുമ്പോൾ തന്നെ കിട്ടേണ്ടതാണ്. അത് തെറ്റാണ് കേട്ടോ. ഓപ്ഷൻ ബി ആൻസർ വരും. ഓപ്ഷൻ ബി. ഓക്കെ, ക്ലിയർ ആണ്. തെറ്റായ പ്രസ്താവനയാണ് ചോദ്യം. അപ്പം വ്യവസായികളും സംരംഭകരും ആസൂത്രണത്തിന് എതിരായിരുന്നു. അതെന്താണ് കുട്ടികൾ? അത് തെറ്റായ പ്രസ്താവനയാണ്. അപ്പോൾ 1 തെറ്റായ പ്രസ്താവനയാണ്. അപ്പോൾ 1 ഒഴിച്ച് ബാക്കി ക്യാൻസൽ ചെയ്യാം. എ ക്യാൻസൽ ചെയ്യാം, ഡിയും ക്യാൻസൽ ചെയ്യാം. അടുത്ത്, വ്യവസായികവും അതുപോലെ സാമ്പത്തികവുമായ നിക്ഷേപങ്ങളിൽ രാഷ്ട്രം മുൻകൈ എടുക്കണമെന്ന് ആവശ്യം ഉന്നയിച്ചു. അത് ശരിയാണ്. ആഗോള മൂലധന നിക്ഷേപത്തിനായി വാദിച്ചു. അത് തെറ്റാണ്. ഓക്കെ, ഓപ്ഷൻ പിന്നെ ഈ പറയുന്ന ആസൂത്രണ സമ്പദ് വ്യവസ്ഥകളുടെ നിർദ്ദേശങ്ങൾ തയ്യാറാക്കി. അത് ശരിയാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഓപ്ഷൻ ബി ആൻസർ ആയിട്ട് വരും. തെറ്റായ പ്രസ്താവനകൾ. ഓക്കെ, എന്താണ്? ഉറപ്പായിട്ടും ടഫ് ക്വസ്റ്റ്യൻ അല്ലേ? ബോംബെ പ്ലാൻ 1944. പിന്നെ ബോംബെ പ്ലാന് നേതൃത്വം കൊടുത്ത വ്യക്തികൾ. ഇതല്ലാതെ ബോംബെ പ്ലാനുമായി ഇത്ര ഡീപ്പായിട്ടുള്ളൊരു ചോദ്യം നമ്മൾ പ്രതീക്ഷിക്കുമോ? ഇല്ല. ഉറപ്പായിട്ടും എന്താണ് കുട്ടികളെ? അതൊരു ടഫ് ക്വസ്റ്റ്യൻ ആണ്. ഇതും ടഫ് ക്വസ്റ്റ്യൻ ആണ്. ഇതും ടഫ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇതും ടഫ് ക്വസ്റ്റ്യൻ ആണ്. ക്ലിയർ ആണ്. ശരി, അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ച INA സംരക്ഷണ സമിതിയിൽ അംഗമല്ലാതിരുന്നത് ആരെന്നാണ് ചോദ്യം. INA സംരക്ഷണ സമിതിയിൽ അംഗമല്ലാതിരുന്നത് ആരെന്നാണ് ചോദ്യം. INC രൂപീകരിച്ച INA സംരക്ഷണ സമിതിയിൽ അംഗമല്ലാതിരുന്നത് 1945 ഈ പറയുന്ന INC സംരക്ഷണ സമിതി എന്ത് ചെയ്യുന്നത്? രൂപീകരിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ അതിൽ അംഗമല്ലാതിരുന്നത് ക്യാപ്റ്റൻ ലക്ഷ്മിയാണ് അംഗമല്ലാതിരുന്നത്. ഓക്കെ അല്ലേ? എന്താണ് ഇതിന്റെ ഈ ക്വസ്റ്റ്യന്റെ അഭിപ്രായം എന്താണ്?
എന്താണ് ഈ INA സംരക്ഷണ സമിതി എന്താണെന്ന് അറിയോ കുട്ടികളെ നിങ്ങൾക്ക്? INA സംരക്ഷണ സമിതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ INAയുടെ തടവുകാർക്ക് വേണ്ടിയിട്ട് കേസുകൾ വാദിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കമ്മിറ്റി, മനസ്സിലായ, ഒരു കമ്മിറ്റി രൂപീകരിക്കുകയുണ്ടായി. ആ കമ്മിറ്റി കമ്മിറ്റിയാണ് INA സംരക്ഷണ കമ്മിറ്റി അല്ലെങ്കിൽ INA ഡിഫൻസ് കമ്മിറ്റി എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ ആണ്? പുതുതായി കേൾക്കുന്ന ടഫ് ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ കേട്ടോ. അടുത്ത്, ഭരണഘടനയുടെ ഭാഗം 4A പ്രതിപാദിക്കുന്നത് എന്തിനെ കുറിച്ചാണ്? ഭരണഘടനയുടെ ഭാഗം 4A പ്രതിപാദിക്കുന്നത് എന്തിനെ കുറിച്ചെന്നാണ് ചോദ്യം. പറഞ്ഞ കുട്ടികളെ 4A എന്ന് പറഞ്ഞാൽ മൗലിക കർത്തവ്യങ്ങളാണ് അല്ലേ? മൗലിക കർത്തവ്യങ്ങളാണ്. ഓക്കെ, അതായത് ഓപ്ഷൻ ബി ആണ് ആൻസർ. ഈസി ക്വസ്റ്റ്യൻ ആണ് അല്ലേ? ഓപ്ഷൻ ബി ആണ് ആൻസർ. ഈസി ക്വസ്റ്റ്യൻ ആണ്. അടുത്ത, വാദിക്കാനും ജയിക്കാനുമല്ല അറിയാനും അറിയിക്കാനുമാണ് എന്ന പ്രഖ്യാപനത്തോടെ ശ്രീനാരായണ ഗുരു സർവമത സമ്മേളനം, അതും ഈസി ക്വസ്റ്റ്യൻ, ആലുവ 1924 ആലുവ സർവമത സമ്മേളനം. ഓക്കെ. അടുത്ത്, വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏതെല്ലാം എന്നാണ്. തെറ്റായ പ്രസ്താവനയാണ് ചോദ്യം. തെറ്റായ പ്രസ്താവന, രാജസ്ഥാനിലെ മസ്ദൂർ കിസാൻ ശക്തി സംഗതൻ എന്ന സംഘടനയുടെ പ്രവർത്തനങ്ങളാണ് വിവരാവകാശ നിയമനിർമ്മാണത്തിലേക്ക് നയിച്ചത്. അത് ശരിയാണ്. അതൊക്കെ സ്ഥിരം ചോദ്യമാണ്. പൊതുസ്ഥാപനങ്ങളുടെ കൈവശമുള്ള വിവരങ്ങൾ ആവശ്യപ്പെടുന്ന പക്ഷം പൗരന്മാർക്ക് ലഭ്യമാകുന്നു. അതും ശരിയാണ്. എല്ലാ വിവരങ്ങളും എന്ന് പറയുന്നില്ല. പൊതുസ്ഥാപനങ്ങൾ ഓക്കെ ആവുക. പൊതുസ്ഥാപനങ്ങളുടെ കൈവശമുള്ള വിവരങ്ങൾ ആവശ്യപ്പെടുന്ന പക്ഷം പൗരന്മാർക്ക് എന്ത് ചെയ്യുന്നു? ലഭ്യമാകുന്നു. അടുത്ത്, കോടതി പരിഗണനയിലുള്ള വിവരങ്ങൾ, വ്യക്തികളുടെ ജീവനും സുരക്ഷയ്ക്കും ഭീഷണിയാകുന്ന വിവരങ്ങൾ എന്നിവ വെളിപ്പെടുത്തുന്നു. അത് തെറ്റാണല്ലേ? അത് തെറ്റാണല്ലേ? കോടതി പരിഗണനയിലുള്ള വിവരങ്ങൾ വെളിപ്പെടുത്തത്തില്ല. അതുപോലെ തന്നെ വ്യക്തികളുടെ ജീവനും സുരക്ഷയ്ക്കും ഭീഷണിയാകുന്ന വിവരങ്ങളും എന്ത് ചെയ്യത്തില്ല? വെളിപ്പെടുത്തത്തില്ല. ഓക്കെ അല്ലേ? അടുത്ത, ഉദ്യോഗസ്ഥൻ തെറ്റായതോ തൃപ്തികരമല്ലാത്തതോ ആയ വിവരങ്ങൾ നൽകിയെന്ന് കമ്മീഷന് ബോധ്യപ്പെട്ടാൽ വിവരങ്ങൾ നൽകുന്നത് വരെ ഉദ്യോഗസ്ഥരിൽ നിന്ന് 150 രൂപ പിഴ ശിക്ഷ ചുമത്തുന്നതാണ്. 150 അല്ല, 250 ആണ് എന്നെല്ലാവർക്കും അറിയാം. അതൊക്കെ ബേസിക് പോയിന്റുകളാണ്. ഓക്കെ, അപ്പൊ അതും തെറ്റാണ്. ഓക്കെ, അപ്പം ഇവിടെ നമുക്ക് 3ഉം 4ഉമാണ് തെറ്റായിട്ട് വരുന്നത്. ഈസി ക്വസ്റ്റ്യൻ അല്ലേ? 3ഉം 4ഉമാണ് തെറ്റായിട്ട് വരുന്നത്. ഈസി ക്വസ്റ്റ്യൻ ആണ്. ഈസി ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ. മനുഷ്യാവകാശ കമ്മീഷന്റെ അധികാരങ്ങളിൽ ഉൾപ്പെടുന്നത് ഏതെല്ലാം? തെറ്റിയോ? അതെങ്ങനെ രഞ്ജു തെറ്റുന്നേ? അത് തെറ്റേണ്ടത് എന്തുവാ? അത് തെറ്റായ പ്രസ്താവന ചോദിച്ചിരിക്കുന്നു. നമുക്ക് ഒന്നാമത്തെ പോയിന്റിൽ തന്നെ എ ഓപ്ഷൻ കളയാം, അതുപോലെ ഡി ഓപ്ഷൻ കളയാം. രണ്ടാമത്തെ പോയിന്റിൽ നമുക്ക് ബി ഓപ്ഷൻ കളയാം. മൊത്തം പോയിന്റ് പോലും വായിക്കണ്ട. ഓക്കെ, അതൊക്കെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. എളുപ്പമുള്ള ക്വസ്റ്റ്യൻ തെറ്റിക്കരുത് കേട്ടോ. ശരി, മനുഷ്യാവകാശ കമ്മീഷന്റെ അധികാരങ്ങൾ ഉൾപ്പെടുന്നത് എല്ലാം എന്നാണ്. നമ്മളത് പഠിക്കുന്നുണ്ടല്ലോ. ജയിലുകൾ സന്ദർശിച്ച് അവിടെയുള്ള തടവറകളിലുള്ള അതിക്രമങ്ങൾ തടയണം എന്നുള്ള പോയിന്റ്. ഓക്കെ, അതുപോലെ വനിതകൾ, കുട്ടികൾ, അവരുടെയൊക്കെ അവകാശങ്ങൾ സംരക്ഷിക്കണം. അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഭരണനിർവഹണ രംഗത്തെ പരിഷ്കാരങ്ങൾ നടത്തേണ്ടത് അഡ്മിനിസ്ട്രേറ്റീവ് തലത്തിലാണല്ലേ? അഡ്മിനിസ്ട്രേറ്റീവ് തലത്തിലാണ്. അതായത് നമ്മുടെ ഉദ്യോഗസ്ഥരും ഗവൺമെന്റും ഒക്കെയാണ്. ഓക്കെ, ഉദ്യോഗസ്ഥരും ഗവൺമെന്റും ഒക്കെയാണ് എന്ത് ചെയ്യുന്നത്? ഭരണനിർവഹണ പരിഷ്കാരങ്ങൾ നടത്തേണ്ടതല്ലേ? ഓക്കെ, അപ്പൊ മൂന്നാമത്തെ തെറ്റാണ്. അപ്പൊ മൂന്നാമത്തെ തെറ്റാണെന്ന് അറിയാമെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഉത്തരമായി സി കളയാം, ബി കളയാം, ഡി കളയാം. ഓപ്ഷൻ എ ആണ് ആൻസർ. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ മനുഷ്യാവകാശ നിഷേധങ്ങൾ ഇല്ലാതാക്കൽ. ഓക്കെ, എഴുതാൻ പറ്റിയോ ഇല്ലയോ? എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ? ഷെയർ യുവർ ഒപ്പീനിയൻ. നിങ്ങളുടെ ഒപ്പീനിയൻ പറഞ്ഞേ. നിങ്ങൾക്ക് ഇത് എഴുതാൻ പറ്റിയോ, ശരിയാക്കാൻ പറ്റിയോ, എന്താണ്? കിട്ടേണ്ടതാണ് കുട്ടികളെ, കിട്ടേണ്ടതാണ്. ഓക്കെ, നമുക്കത് ഈസിയിൽ ഇടാം കേട്ടോ. അടുത്ത, ചൂഷണത്തിൽ നിന്നും മോചനം നേടാനുള്ള അവകാശങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന എഴുതുക എന്നാണ്. ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളുടെ താല്പര്യം സംരക്ഷിക്കുന്നത്, ന്യൂനപക്ഷങ്ങളുടെ ഭാഷാ, ലിപി, സംസ്കാരം, അതൊക്കെ ആർട്ടിക്കിൾ 29 പ്രകാരമാണ് സംരക്ഷിക്കുന്നത്. ചൂഷണത്തിൽ നിന്നുള്ള മോചനം വരുന്നത് 23, 24 ആണ് അല്ലെ? ചൂഷണത്തിനെതിരെ 23, 24 ആണ്.
സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രത്യേക സംരക്ഷണം പറയുന്നത് 15-ൽ 3 സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രത്യേക സംരക്ഷണം പറയുന്നത് 15-ൽ 3 സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രത്യേക സംരക്ഷണം ഉറപ്പാക്കുക എന്ന് പറയുന്നത് 15-ൽ 3 മൗലിക അവകാശങ്ങൾ സ്ഥാപിച്ചു കിട്ടുക എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ അത് കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡി, ഭരണഘടനാ പ്രതിവിധി ഏതാണ്? 32 അടിമത്തം തക്കതായ പ്രതിഫലം നൽകാതെ നിർബന്ധിച്ച് ജോലി ചെയ്യിപ്പിക്കൽ എന്നിവ നിരോധിക്കപ്പെട്ടിരിക്കുന്നു. അത് ആർട്ടിക്കിൾ 23 അപ്പൊ ഇത് ശരിയാണ് അല്ലേ? 4 ശരിയാണ്. അപ്പൊ 4 ശരിയായത് കൊണ്ട് തന്നെ 4 മാത്രം എന്നൊരു ഓപ്ഷൻ ഇവിടെ ഇല്ല. പിന്നെ ബാലവേല നിരോധനം അങ്ങനെയൊക്കെ വെച്ചിട്ട് വേണമെങ്കിൽ, കുട്ടികളുടെ പ്രത്യേക സംരക്ഷണമൊക്കെ വെച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് 2ഉം 4ഉം എന്നൊരു ഓപ്ഷൻ കറുപ്പിക്കാം. 1ഉം 3ഉം 4ഉം കറുപ്പിക്കാൻ പറ്റൂല. 2ഉം 4ഉം എന്നൊരു ഓപ്ഷൻ കറുപ്പിക്കാം. ക്വസ്റ്റ്യൻ ഡിലീഷൻ പോവാനാണ് സാധ്യത കൂടുതൽ. ഓക്കെ, 2ഉം 4ഉം ഓപ്ഷൻ ഡിയിലാണ് 2ഉം 4ഉം പറയുന്നത്. 2ഉം 4ഉം എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് വേണമെങ്കിൽ കറുപ്പിക്കാം. പക്ഷേ ക്വസ്റ്റ്യൻ ഡിലീഷൻ പോകും കേട്ടോ. സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രത്യേക സംരക്ഷണം ഉറപ്പാക്കുക എന്നുള്ളത് 15-3 തന്നെ കൃത്യമായി പറയുന്നുണ്ട്. 15-3 തന്നെ എന്ത് ചെയ്യുന്നുണ്ട് കുട്ടികളെ? കൃത്യമായി പറയുന്നുണ്ട്. ഞാൻ ആലോചിക്കുന്ന ഇതല്ലേ, ഇത്രയും പേര് 21 കിഴങ്ങന്മാർ അവിടെ മറ്റേ ലക്ഷങ്ങൾ സാലറി വാങ്ങിച്ചുകൊണ്ടിരുന്നിട്ട് ഒരൊറ്റ പരീക്ഷ നേരെ നടത്താൻ അവനെ കൊണ്ടൊക്കെ പറ്റത്തില്ല. ഓക്കെ, ഒരു റാങ്ക് ലിസ്റ്റ് നേരിടാൻ അവനെ കൊണ്ടൊക്കെ പറ്റത്തില്ല. ഒരു ഇന്റർവ്യൂ നേരെ നടത്താൻ പറ്റത്തില്ല. ഇവിടെ DME ഇന്റർവ്യൂ തുടങ്ങിയിട്ട് എത്ര മാസമായെന്നോ? DME മെഡിക്കൽ എഡ്യൂക്കേഷന്റെ സ്റ്റാഫ് നേഴ്സിന്റെ ഇന്റർവ്യൂ തുടങ്ങിയിട്ട്. ഓക്കെ, ഇവനെയൊക്കെ എടുത്ത് കളയണം സീരിയസ് ആയിട്ട്. എന്നിട്ട് നല്ല കഴിവുള്ള ആൾക്കാരെ പരീക്ഷ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തലത്തിൽ, അഡ്മിനിസ്ട്രേറ്റീവ് തലത്തിൽ കൊണ്ടിരുത്തണം. എന്നിട്ട് രാഷ്ട്രീയ തലത്തിലാണ് എടുത്ത് വെക്കുന്നത്. ഞങ്ങൾ ഇന്ന പാർട്ടിക്കാരായതുകൊണ്ട് ഈ പാർട്ടിയിൽ പെട്ട നീ ഇങ്ങ് വാ, നീ ഇവിടെ ചെയർമാൻ, നീ ഇങ്ങ് വാ, നീ ഇവിടെ വൈസ് ചെയർമാൻ, ഇവിടെ ഇരി, ഭാര്യ നീങ്ങ് വാടി, നീങ്ങ് വാ, നീ എന്നെ കെട്ടിയില്ലേ, വാ ഇവിടെ വന്നിരി. നല്ല വായിൽ നല്ലത് വരുന്നുണ്ട്. ഓക്കെ, എന്നിട്ട് പറയണം. ഇവിടെ നോക്കിക്കോ, ഇന്ത്യയുടെ ഭരണഘടന പ്രകാരം ഓരോ ഇന്ത്യൻ പൗരന്റെയും മൗലിക കർത്തവ്യങ്ങളിൽ ഉൾപ്പെടുന്നവ തിരഞ്ഞെടുത്ത് എഴുതുക. ഓക്കെ, പിള്ളേർക്ക് പഠിക്കാൻ കുറച്ച് സമയം കിട്ടി, അത് വേറെ കാര്യം. അതുള്ള നല്ലത് തന്നെ. ഒന്നാലും നിങ്ങൾ ആലോചിച്ച് നോക്കണേ, എത്ര കഷ്ടപ്പെട്ടിട്ട് എത്രയൊക്കെ ദൂരെയൊക്കെ വന്നൊക്കെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഇന്നലെയൊക്കെ ഉറക്കമൊക്കെ എഴിഞ്ഞ് സന്തോഷമായി കാണും കുറെ ആൾക്കാർക്ക്, അത് വേറെ കാര്യം. എന്നാലും നമ്മളെ നികുതി പണം കൊണ്ട് അടിക്കുന്ന ക്വസ്റ്റ്യൻ അല്ലേ? ഇതിന് വേണ്ടിയിട്ടുള്ള ചെലവ് വഹിക്കുന്ന നമ്മളെ പൈസ എന്നല്ലേ? ഭാരതത്തിന്റെ പരമാധികാരവും ഐക്യവും അഖണ്ഡതയും നിലനിർത്തുകയും സംരക്ഷിക്കുകയും ചെയ്യുക. ഓക്കെ, മൗലിക കർത്തവ്യങ്ങൾ മസ്റ്റ് ചോദ്യമാണ്. ഓക്കെ, അത് ശരിയാണ്. നമ്മുടെ സംസ്കാര സമന്വയത്തിന്റെ സമ്പന്നമായ പാരമ്പര്യത്തെ വിലമതിക്കുകയും നിലനിർത്തുകയും ചെയ്യുക. ശരിയാണോ? അവിടെ നമ്മുടെ സംസ്കാര സമന്വയത്തിന്റെ സമ്പന്നമായ പാരമ്പര്യത്തെ വിലമതിക്കുകയും നിലനിർത്തുകയും ചെയ്യുക, അത് ശരിയാണ്. ശാസ്ത്രീയമായ കാഴ്ചപ്പാടും മാനവികതയും അന്വേഷണത്തിനും പരിഷ്കരണത്തിനുമുള്ള മനോഭാവം വികസിപ്പിക്കുക, അതും ശരിയാണ്. പൊതുസ്വത്ത് സംരക്ഷിക്കുകയും ശപഥം ചെയ്ത് അക്രമം ഉപേക്ഷിക്കുകയും ചെയ്യുക. പൊതുസ്വത്ത് സംരക്ഷിക്കുകയും ശപഥം ചെയ്ത് അക്രമം ഉപേക്ഷിക്കുകയും ചെയ്യുക, അതും ശരിയാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ അല്ലേ? ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് കേട്ടോ. ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. അത് ഞാൻ പറഞ്ഞു, അത് എക്സാമിന് മുമ്പ് പറഞ്ഞു, മൗലിക കർത്തവ്യങ്ങൾ ചോദ്യം ഉറപ്പാണ്. അതുകൊണ്ട് നിങ്ങൾ മൗലിക കർത്തവ്യങ്ങൾ വായിച്ചിട്ടേ പോകും. സെക്ഷൻ ഒന്നും ചോദിക്കത്തില്ല, മൗലിക കർത്തവ്യം ഏതെന്നുള്ള കാര്യം ചോദിക്കും കേട്ടോ. ഓക്കെ, അതിനിപ്പോൾ അടുത്ത് വരാൻ പോണ എക്സാമിൽ അങ്ങനെ തന്നെയാണ്. അപ്പോൾ അത് നമുക്ക് ഈസി ക്വസ്റ്റ്യൻ ആയിട്ട് ഇടാം. ഓക്കെ, നേരത്തേക്ക് നമ്മൾ റേറ്റിംഗ് കിട്ടും. ഈ ക്വസ്റ്റ്യൻ ഇത് മിക്കവാറും ഡിലീഷൻ പോവാറുണ്ട്. അപ്പോൾ അത് കൺഫ്യൂഷനിൽ കിടന്നോട്ടോ അവിടെ. ഭരണഘടനാ നിർമ്മാണ സഭ ഔദ്യോഗികമായി ഇന്ത്യയുടെ ദേശീയ പതാക അംഗീകരിച്ച ദിവസം, ദേശീയ പതാക അംഗീകരിച്ചൊക്കെ എല്ലാവർക്കും അറിയാം, അതൊക്കെ ഈസി ക്വസ്റ്റ്യൻ ആണ്. 1947 ജൂലൈ 22. ഈസി. ഓക്കെ, സംസ്ഥാനത്തെ സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർ വി ഹരി നായർ, അതും ഈസി ക്വസ്റ്റ്യൻ ആണ്. ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് ആര്? ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദൻ, അതും ഈസി ക്വസ്റ്റ്യൻ. അന്തർദേശീയ തലത്തിൽ പ്രശസ്തി നേടിയ മനുഷ്യാവകാശ സംഘടനകളിൽ ഉൾപ്പെടാത്തത് ഏതെന്നാണ് ചോദ്യം. അന്തർദേശീയ തലത്തിൽ പ്രശസ്തി നേടിയ മനുഷ്യാവകാശ സംഘടനകളിൽ ഉൾപ്പെടാത്തത് ഏതെന്നാണ് ചോദ്യം. പിള്ളേരെ,
ഈ ചോദ്യം ഏകദേശം ഇതേ പാറ്റേണിൽ ഇതേ ഓപ്ഷൻ ഇട്ട് മുമ്പ് വന്നിട്ടുണ്ട്. അത് കണ്ടിട്ടുള്ളവർക്ക് അറിയായിരിക്കും. ആംനസ്റ്റി ഇന്റർനാഷണൽ എന്താ കുട്ടികൾ അന്താരാഷ്ട്ര തലത്തിലുള്ളതാണ്. ഹ്യൂമൻ റൈറ്റ്സ് വാച്ചും അന്താരാഷ്ട്ര തലത്തിലുള്ളതാണ്. ഗ്ലോബൽ വാച്ചും അന്താരാഷ്ട്ര തലത്തിലുള്ളതാണ്. എന്നാൽ സിറ്റിസൺ ഫോർ ഡെമോക്രസി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ആരാ സ്ഥാപിച്ചത്? ഏത് വർഷമാ സ്ഥാപിച്ചത്? സിറ്റിസൺ ഫോർ ഡെമോക്രസി ആരാണ് സ്ഥാപിച്ചത്? ഏത് വർഷമാണ് സ്ഥാപിച്ചത്? സിറ്റിസൺ ഫോർ ഡെമോക്രസി 1974 ജയപ്രകാശ് നാരായൺ സ്ഥാപിച്ച സംഘടനയാണ്. 1974 ജയപ്രകാശ് നാരായൺ സ്ഥാപിച്ച സംഘടനയാണ് സിറ്റിസൺ ഫോർ ഡെമോക്രസി. അപ്പൊ ഇത് ഉൾപ്പെടത്തില്ല. അപ്പൊ ഓപ്ഷൻ എ ആണ് ആൻസർ. ഓപ്ഷൻ എ ആണ് ആൻസർ കേട്ടോ. ഓക്കെ, പക്ഷെ ഈ ക്വസ്റ്റ്യൻ കൺഫ്യൂസിംഗ് ആണ്. സിറ്റിസൺ ഫോർ ഡെമോക്രസി JP ആണെന്നുള്ള കാര്യം അറിയാമെങ്കിൽ, അല്ലെങ്കിൽ ഇന്ത്യയിൽ രൂപം കൊണ്ട സംഘടനയാണ്, അല്ലെങ്കിൽ ദേശീയ തലത്തിൽ രൂപം കൊണ്ട സംഘടനയാണ് എന്നറിയാമെങ്കിൽ മാത്രം എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ് സിറ്റിസൺ ഫോർ ഡെമോക്രസിയുടെ ഈ ഒരു ക്വസ്റ്റ്യൻ. ആരൊക്കെ ശരിയാക്കി പറഞ്ഞേ? ആരൊക്കെ ശരിയാക്കി? ആർക്കൊക്കെ കൺഫ്യൂഷൻ വന്നു? സ്കിപ്പ് ചെയ്ത് ആരൊക്കെയുണ്ട്? പറഞ്ഞോ, നിങ്ങൾ പറഞ്ഞോ. നമ്മൾ കുറച്ച് വലിയ ഉള്ളൂ, ആരും അറിയാൻ പോണില്ല. ആരൊക്കെ ശരിയാക്കി, ആരൊക്കെ സ്കിപ്പ് ചെയ്തു ഒന്ന് പറഞ്ഞേ. ആരും ഒന്നും പറയില്ല. ഓക്കെ, നോക്കിയോ കേരളത്തിലെ കൺഫ്യൂഷൻ. ഓക്കെ, അതാ പറഞ്ഞത് കൺഫ്യൂഷൻ പറഞ്ഞ ക്വസ്റ്റ്യൻ ആണെന്ന്. എടാ ഞാൻ ഒരു കാര്യം പറയട്ടെ. എനിക്കൊരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ എനിക്ക് ഏകദേശം ഐഡിയ ഉണ്ട് നിങ്ങളിത് എങ്ങനെയായിരിക്കും ചിന്തിക്കുന്നത്, നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും ചിന്തിക്കാൻ പറ്റുന്നത് എന്നൊരു എനിക്കൊരു ഐഡിയ ഉണ്ട്. മനസ്സിലായ? അത് വെച്ചിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പം ഞാൻ പറയണത് കറക്റ്റ് തന്നെയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ചോദിക്കുന്നത്. അപ്പം മറുപടി പറയണം. ഓക്കെ, കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി. ഓക്കെ, ഇതൊക്കെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ, ഈസി ക്വസ്റ്റ്യൻ അല്ലേ? ഓക്കെ, 5 വണ്ണം. 5 വണ്ണം എന്നാൽ എന്ത്? ഒരു പാട്ടുണ്ടല്ലോ, 5 വണ്ണപ്പൂവ് എന്നൊക്കെ പറഞ്ഞിട്ട്. 5 വണ്ണം എന്നാൽ എന്താണ്? പറഞ്ഞേ, 5 വണ്ണം എന്നാൽ എന്താ കുട്ടികളെ? 5 വണ്ണം എന്നാൽ എന്താണ്? വാണിജ്യ സംഘമാണ്. നമ്മുടെ പ്രാചീന കേരളത്തിൽ നിലനിന്നിരുന്ന വാണിജ്യ സംഘങ്ങളെയാണ് 5 വണ്ണം എന്ന് പറയുന്നത്. 5 വണ്ണം. ഓക്കെ, പിള്ളേരെ ഇതൊക്കെ ഡിഗ്രി ലെവലിന് ചോദിച്ചിട്ടുണ്ട്. പക്ഷേ 10th പ്രിലിംസ് ലെവലിനൊക്കെ ചോദ്യം വരുമെന്നുള്ള കാര്യം പലർക്കും ചാൻസ് കുറവാണ്. ഓക്കെ, ടഫ് ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് എടുക്കേണ്ടി വരും കേട്ടോ. ഓക്കെ, 5 വണ്ണം മണിഗ്രാമം. ഓക്കെ, എഴുതിയവർ കാണും. എടാ, ആർക്കും എഴുതാൻ പറ്റിയില്ലെന്നല്ല ഞാൻ പറയുന്നത്, എഴുതിയവർ കാണും കേട്ടോ, എഴുതിയവർ കാണും. ഓക്കെ, പക്ഷെ മെജോറിറ്റി ആൾക്കാരും എന്ത് ചെയ്ത് കാണും? വിട്ട് കാണും കേട്ടോ. പ്രാചീന തുറമുഖമായ മുസിരിസ് ഇതിൽ ഏത് സ്ഥലമാണെന്നാണ് ചോദ്യം. പ്രാചീന തുറമുഖമായ മുസിരിസ് ഏത് സ്ഥലമാണ് കുട്ടികളെ? കൊടുങ്ങല്ലൂരാണ് അല്ലേ? ഈസി ക്വസ്റ്റ്യൻ. തമിഴ്നാടിനെ കേരളവുമായി ബന്ധിപ്പിക്കുന്ന ചുരം എല്ലാവർക്കും അറിയാം. പാലക്കാട് ചുരം. കോയമ്പത്തൂര് പാലക്കാട് അല്ലേ? പാലക്കാട് ചുരമാണ് ആൻസർ. അതും ഈസി ക്വസ്റ്റ്യൻ ആണ്. അടുത്ത്, കേരളത്തിലെ ആദ്യത്തെ ഇക്കോ ടൂറിസ്റ്റ് കേന്ദ്രം തെന്മല. ഈസി ക്വസ്റ്റ്യൻ ആണ്. തട്ടേക്കാട് പക്ഷി സങ്കേതം ഇതിൽ എവിടെയാണ്? എറണാകുളത്താണ് തട്ടേക്കാട് പക്ഷി സങ്കേതം. ഈസി ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. 79ാമത് സന്തോഷ് ട്രോഫി കിരീടം നേടിയത് ആരെന്നാണ് ചോദ്യം. 79ാമത് സന്തോഷ് ട്രോഫി കിരീടം നേടിയത് ആരെന്നാണ് ചോദ്യം. ഓക്കെ, പഠിച്ചിട്ടൊക്കെ ഉള്ളത് തന്നെ, എന്നാലും എത്ര പേർക്ക് എഴുതാൻ പറ്റിയെന്ന് നോക്കാം. സർവീസസ് ആണ് ആൻസർ കേട്ടോ. സർവീസസ് ആണ്. നമ്മൾ പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഇതൊക്കെ മസ്റ്റായിട്ട് നോക്കേണ്ടതാണ്. സന്തോഷ് ട്രോഫി, നെഹ്റു ട്രോഫി, അങ്ങനെയുള്ള കായിക ഈവൻസ് ഒക്കെ നമ്മൾ നോക്കിയിട്ട് തന്നെയാണ് പോവേണ്ടത്. സന്തോഷ് ട്രോഫി ആരാ? സർവീസസ് ആണ്. എന്തിലിടണം? ഈസിയിലിടണോ അതോ കൺഫ്യൂസിംഗിലിടണോ? ടഫ് എന്നൊന്നും പറയില്ലേ ദയവ് ചെയ്ത്, ഈസി തന്നെ ഇടാം. ഇതൊക്കെ നോക്കിയിട്ട് പോകേണ്ടതാണ് കേട്ടോ. ഈസി ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അടുത്ത, കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി ഏതാണ് ചോദ്യം. കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി ഏതാ കുട്ടികളെ? കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി ഏതാണ്? പള്ളിവാസൽ. ഈസി ക്വസ്റ്റ്യൻ. മലയാള സിനിമയുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ആരെയാണ്? മലയാള സിനിമയുടെ പിതാവ് JC ഡാനിയലും ഇന്ത്യൻ സിനിമയുടെ പിതാവ് ആരാണ് കുട്ടികളെ? ദാദാ സാഹിബ് ഫാൽക്കെ. അപ്പം ഓപ്ഷൻ ഡി ആണ്.
കേരളത്തിന്റെ ഔദ്യോഗിക പുഷ്പം ഏതാ പിള്ളേരെ? കണിക്കൊന്നയാണ് കേരളത്തിന്റെ ഔദ്യോഗിക പുഷ്പം. ഈസി ക്വസ്റ്റ്യൻ ആണ്. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡി ഏതെന്നാണ് ചോദ്യം. BT ഭട്ടതിരിപ്പാട് പ്രത്യക്ഷരക്ഷാ ദൈവസഭ തെറ്റാണ്. കുമാരഗുരുദേവൻ അരയ സമാജം തെറ്റാണ്. ഓക്കെ. ചട്ടമ്പി സ്വാമികൾ വേദാധികാര നിരൂപണം ശരിയാണ്. ഓക്കെ. പണ്ഡിറ്റ് KP കറുപ്പൻ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് തെറ്റാണ്. ഇതും ഈസി ക്വസ്റ്റ്യൻ ആണ്. സാമൂഹ്യ പരിഷ്കർത്താവായ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചുള്ള തെറ്റായ പ്രസ്താവനകൾ, അതാണ് ചോദ്യം. 1888 അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തി. അതെന്താണ് കുട്ടികളെ? ശരിയാണ്. നമുക്ക് വേണ്ടത് തെറ്റായ പ്രസ്താവനയാണെന്ന് ഓർമ്മിപ്പിക്കുന്നു. ഓക്കെ. ശ്രീനാരായണ ഗുരുവിന്റെ പ്രസിദ്ധീകരണങ്ങൾ പ്രാചീന മലയാളം ആദിഭാഷ എന്നിവ ആരുടെയാണ്? ചട്ടമ്പി സ്വാമിയുടെയാണ് അല്ലെ? പ്രാചീന മലയാളം ആദിഭാഷ ചട്ടമ്പി സ്വാമികളുടേതാണ്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന പ്രസിദ്ധ വാക്യം ഉയർത്തി അങ്ങനെ വലിയൊരു ജാതിയുണ്ട്. അത് വേറെ കാര്യം. ഓക്കെ അല്ലേ? ശരി. സമത്വ സമാജത്തിന്റെ സ്ഥാപകൻ ശ്രീനാരായണ ഗുരുവാണ്. സമത്വ സമാജത്തിന്റെ സ്ഥാപകൻ ആരാ കുട്ടികളെ? സമത്വ സമാജത്തിന്റെ സ്ഥാപകൻ വൈകുണ്ഠസ്വാമിയാണ് അല്ലെ? വൈകുണ്ഠസ്വാമിയാണ്. ഓക്കെ. അപ്പൊ ഇവിടെ തെറ്റായിട്ടുള്ളത് 2-4 ആണ് തെറ്റായിട്ടുള്ളത്. ഓപ്ഷൻ ഡി ആൻസർ ആയിട്ട് വരുന്നു. ഈസി ക്വസ്റ്റ്യൻ. ഓക്കെ. ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നടന്ന ഗോത്രവർഗ കലാപങ്ങളിൽ പെടാത്തത്? സെയിം ചോദ്യം സെയിം ഓപ്ഷൻ വന്നിട്ടുണ്ട്. സെയിം ഓപ്ഷൻ. പഹാരിയ കലാപം ഗോത്രവർഗ കലാപമാണ്. സാന്താൾ കലാപം ഗോത്രവർഗ കലാപമാണ്. കോൾ കലാപം ഗോത്രവർഗ കലാപമാണ്. മാപ്പിള കലാപം ഗോത്രവർഗ കലാപമല്ല. അപ്പൊ ഇതാണ് ആൻസർ. ഓക്കെ. ഈസി ക്വസ്റ്റ്യൻ എന്ന് ഞാൻ പറയത്തുള്ളൂ. മാപ്പിള കലാപം മുസ്ലിം വിഭാഗങ്ങൾ നടത്തിയതാണ്, ഗോത്ര വിഭാഗങ്ങൾ നടത്തിയതല്ല. ഓക്കെ. ക്ലിയർ ആണ്. ലെഫ്റ്റ് ആയിക്കോ. പഴശ്ശി കലാപത്തിന്റെ പ്രധാന കാരണങ്ങളിൽ പെടുന്ന പ്രസ്താവന ഏതെന്നാണ് ചോദ്യം. ഓക്കെ. ഒന്ന് ഉത്തരം കമന്റ് ചെയ്തേ. നമ്മൾ ഇത്രയും ചറപറ പറഞ്ഞു വന്നതിൽ ഒരു അത്യാവശ്യം ഒന്ന് ചിന്തിക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നിങ്ങൾ തന്നെ ഉത്തരം കമന്റ് ചെയ്യും. എക്സാമിന് എന്ന് കാണുമെന്ന് എനിക്ക് തന്നെ അറിയാം. എക്സാമിന് എന്ന് കാണുമെന്ന് പിള്ളേർക്ക് പയ്യേ എന്ന് പുതിയ നോട്ടിഫിക്കേഷൻ വരും. ഇന്നോ നാളെയോ അല്ലെങ്കിൽ തിങ്കളാഴ്ച എങ്ങാനോ അത് തിങ്കളാഴ്ച വരും. മിക്കവാറും ഏതെങ്കിലും ഒരു സ്റ്റേജിൻ്റെ കൂടെ ആക്കാൻ ചാൻസ് ഉണ്ടോ? ഇല്ല, അത് കഴിഞ്ഞിട്ടായിരിക്കും വരുന്നത്. സത്യമായിട്ട് ഇവിടുത്തെ കുറേ സിസ്റ്റം മാറേണ്ട സമയം കഴിഞ്ഞു കേട്ടോ. കേട്ടോ നമ്മളൊക്കെ ഇങ്ങനെ നമ്മളല്ലെങ്കിൽ നമ്മളെ ഇങ്ങനെ മണ്ടന്മാരാക്കിക്കൊണ്ടിരിക്കും ജീവിതകാലം മുഴുവനെ. ഓക്കെ. എല്ലാ സിസ്റ്റവും മാറേണ്ട കുറേ സമയം കഴിഞ്ഞു. ഇതൊക്കെ നമ്മൾ ഇനിയും ഇങ്ങനെ കണ്ടും കേട്ടൊക്കെ ഇരുന്ന് കഴിഞ്ഞാലേ പ്രതികരിക്കണം. ഓക്കെ. പിള്ളേരെ ഏത് വരും? ബ്രിട്ടീഷുകാരുടെ തെറ്റായ പുതിയ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ അവര് കേട്ടാ ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയം ശരിയല്ലേടാ? ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയം പ്രധാന കാരണങ്ങളിൽ പെടുന്ന പ്രസ്താവന തെറ്റായ നികുതി നയമാണ്. ഓക്കെ. അടുത്ത് ബ്രിട്ടീഷുകാരുടെ പണമായുള്ള നികുതി പിരിവ്, അത് തെറ്റാണ്. പണമായുള്ള നികുതി പിരിവ് വേറെ എവിടെയും വരുന്നുണ്ടോ? നിതിനെ അത് തോന്നുന്നതാണ്. സർവീസിൽ കയറി കഴിഞ്ഞാൽ സർവീസിൽ ഇപ്പോൾ ഏറ്റവും വലിയ ചീഫ് സെക്രട്ടറി ആയപ്പോലും മുകളിൽ പൊളിറ്റിക്കൽ പ്രഷർ ഉണ്ടാവും. നമുക്ക് പൊളിറ്റിക്കൽ പ്രഷറിന് താഴെ നിന്നുകൊണ്ടല്ലാതെ നമുക്ക് ജോലി ചെയ്യാൻ പറ്റത്തില്ല ഈ സംസ്ഥാനത്ത്. അത് മാറണമെങ്കിൽ ഒരു ഓഫീസിലുള്ള എല്ലാവരും ഒരുപോലെ ഒരുമിച്ച് നിൽക്കേണ്ടി വരും കേട്ടാ. എന്നാൽ മാത്രമേ ഇവിടുത്തെ സിസ്റ്റത്തിലുള്ള പല പോരായ്മകളും മാറത്തുള്ളൂ. ഓക്കെ. പണമായുള്ള നികുതി പിരിവ് വരുന്നത് ഏതിലാ കുട്ടികളെ? പണമായുള്ള നികുതി പിരിവ് വരുന്നത് കുറിച്യർ കലാപത്തിലാണ് കേട്ടോ. വയനാട് കൈയടക്കാനുള്ള ബ്രിട്ടീഷുകാരുടെ നീക്കം, അത് ശരിയാണ്. വയനാട് കൈയടക്കാനുള്ള ബ്രിട്ടീഷുകാരുടെ നീക്കം ശരിയാണ്. അപ്പോൾ 1ഉം 3ഉം 2 ഓപ്ഷനല്ലേ? 2 ഓപ്ഷനല്ലേ ഉള്ളൂ. 1ഉം 3ഉം ഓപ്ഷൻ എ ആണ്. 1ഉം 3ഉം. ഓക്കെ. 1ഉം 3ഉം ആണ് കേട്ടോ. 1ഉം 3ഉം. പഴശ്ശി കലാപത്തിന്റെ പ്രധാന കാരണങ്ങൾ എന്ത് പറയുന്നു കുട്ടികളെ? ഈസി ആണോ അതോ കൺഫ്യൂസിങ് ആണോ? ടഫ് എന്നൊന്നും പറയല്ലേ ഈ ക്വസ്റ്റ്യൻ. ഈസി ആണോ കൺഫ്യൂസിങ് ആണോ?
ഈസി ആണല്ലേ, ഈസി ക്വസ്റ്റ്യൻ ആണ്. ഇതൊക്കെ നമ്മൾ പഠിച്ചിരിക്കേണ്ട SCERT ബേസ് ചെയ്ത് തന്നെ ചോദിച്ച ചോദ്യമാണ്, ഡയറക്റ്റ് ചോദ്യമാണ് അല്ലേ. ഓക്കെ. സാധുജന പരിപാലന സംഘത്തിന്റെ സ്ഥാപകൻ അയ്യങ്കാളിയാണ്. ഈസി ആണ് അല്ലേ, ഈസി ക്വസ്റ്റ്യൻ ആണ്. ആഴമേറും നിൻ മഹസാമാഴിയിൽ ഞങ്ങളാകവേ ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം. ഓക്കെ, ഏതിലെ വരികളാണ്? ആഴമേറും നിൻ മഹസാവാഴിയിൽ ഞങ്ങളാകവേ ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം. ആരുടെയാ? ശ്രീനാരായണ ഗുരുവിന്റെ ദൈവദശകം. ഏതാ കുട്ടികളെ? ശ്രീനാരായണ ഗുരുവിന്റെ ദൈവദശകത്തിലെ വരികളാണ്. ശ്രീനാരായണ ഗുരുവിന്റെ ദൈവദശകത്തിലെ വരികളാണ്. ഈസി ക്വസ്റ്റ്യൻ ആണല്ലേ. ഓക്കെ. അവനവൻ ആത്മസുഖത്തിനായി ആചരിക്കുന്നവ അപരന് ഗുണമായി വരയണം. അതേതാണ് കുട്ടികളെ? അവനവൻ ആത്മസുഖത്തിനായി ആചരിക്കുന്നവ, അങ്ങനെ തുടങ്ങുന്നത് ഏതാണ്? അവനവൻ ആത്മസുഖത്തിനായി ആചരിക്കുന്നവ അപരന് ഗുണത്തിനായി വരയണം. അതേതാണ്? അത് ആത്മോപദേശ ശതകം കേട്ടോ. ആത്മോപദേശ ശതകമാണ് കേട്ടോ. അത് ആത്മോപദേശ ശതകമാണ്. അതും ചോദിക്കും കേട്ടോ. അടുത്ത്, താഴെ തന്നിരിക്കുന്നവയിൽ പരസ്പര ബന്ധമില്ലാത്തത് എന്നാണ് ചോദ്യം. മാവിലത്തോട് വേലുത്തമ്പി ദളവ തെറ്റാണ്. മാവിലത്തോടിലാണ് ആര്? പഴശ്ശിരാജ മരണപ്പെടുന്നത്. അപ്പൊ 1 പരസ്പര ബന്ധമില്ലാത്തതാണ്. അപ്പൊ 1 ഓപ്ഷൻ മാത്രം നോക്കിയാൽ മതി. ഓക്കെ, ബാക്കി കളയാം. ബി കളയാം, സി കളയാം. മണ്ണടി പഴശ്ശിരാജ, അത് തെറ്റാണ്. മണ്ണടിയിലാണ് വേലുത്തമ്പി ദളവ മരണപ്പെടുന്നത്. അപ്പൊ 1ഉം 2ഉമാണ് ആൻസർ. ഓപ്ഷൻ ഡി ആണല്ലേ, ഓപ്ഷൻ ഡി ആണ്. ക്വിറ്റ് ഇന്ത്യ കീഴറിയൂർ ബോംബ് കേസ് ശരി. മാപ്പിള ലഹള കാർഷിക മുന്നേറ്റം, അതും ശരിയാണ് കേട്ടോ. മാപ്പിള ലഹള കാർഷിക മുന്നേറ്റം. ഓക്കെ, ക്ലിയർ ആണ്. ഈസി ക്വസ്റ്റ്യൻ ആണേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കടാ. താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളുടെ ശരിയായ കാലഗണന ക്രമം. മൊറാഴ സമരം ഏത് വർഷമാ? മൊറാഴ സമരം കമന്റ് ചെയ്തേ. മൊറാഴ സമരം ഏത് വർഷമാ? മൊറാഴ സമരം മൊറാഴ സമരം വർഷം കമന്റ് ചെയ്യടാ. മൊറാഴ സമരം ഏത് വർഷം? മൊറാഴ സമരം 1900. മൊറാഴ സമരം കണ്ണൂര്. മൊറാഴ സമരം വർഷം കമന്റ് 1940. കുണ്ടറ വിളംബരം 1809. കുണ്ടറ വിളംബരം 1809. പൂക്കോട്ടൂർ കലാപം ഏതുമായി ബന്ധപ്പെട്ടത്? മലബാർ കലാപവുമായി ബന്ധപ്പെട്ടതാണ് പൂക്കോട്ടൂർ കലാപം 1921. കുറിച്യർ കലാപം 1812. കുറിച്യർ കലാപം 1812. ഓക്കെ അല്ലേ? അപ്പൊ ഇവിടെ ആദ്യം വരുന്നത് കുണ്ടറ വിളംബരം ആദ്യം വരും അല്ലേ. അപ്പൊ 2 ആദ്യം വരുന്ന ഓപ്ഷൻ കുണ്ടറ വിളംബരം ആദ്യം വരും. അതിനുശേഷം വരുന്നത് ഏതാ കുട്ടികളെ? കുണ്ടറ വിളംബരത്തിന് ശേഷം കുറിച്യർ കലാപം വരും. കുറിച്യർ കലാപത്തിന് ശേഷം പൂക്കോട്ടൂർ കലാപം, പിന്നെ മൊറാഴ. ഓക്കെ, അപ്പം ഓപ്ഷൻ ബി ആണ് ആൻസർ. ഈസി ക്വസ്റ്റ്യൻ. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യ സംഘടിത ജനകീയ ചെറുത്തുനിൽപ്പ് കലാപം ഏതാണ്? ആദ്യ സംഘടിത ജനകീയ ചെറുത്തുനിൽപ്പ്, സംഘടിത കലാപം, അത് നമുക്ക് ചോദിക്കാറുണ്ട്. ആറ്റിങ്ങൽ കലാപമാണ് സംഘടിത കലാപം. ഈസി ക്വസ്റ്റ്യൻ. കുളച്ചൽ യുദ്ധത്തിന് ശേഷം തിരുവിതാംകൂർ സൈന്യത്തിന്റെ വലിയ കപ്പിത്താനായി മാറിയതാര്? വലിയ കപ്പിത്താൻ, തിരുവിതാംകൂറിന്റെ വലിയ കപ്പിത്താൻ ഡിലനോയി, അതും സ്ഥിരം ചോദ്യം. ഈസി ക്വസ്റ്റ്യൻ. ഡോട്ട്സ് ഏത് രോഗത്തിന്റെ ചികിത്സാ രീതിയാണ്? ഒന്ന് കമന്റ് ചെയ്തേ. ഡോട്ട്സ് ഡയറക്ട്ലി ഒബ്സർവ്ഡ് ട്രീറ്റ്മെന്റ് ഷോർട്ട് കോഴ്സ്. ഡയറക്ട്ലി ഒബ്സർവ്ഡ് ട്രീറ്റ്മെന്റ് ഷോർട്ട് കോഴ്സ്. ഓക്കെ. TB ക്ഷയത്തിന്റെ, ഡോട്ട്സ് ഒക്കെ ഈസി ക്വസ്റ്റ്യൻ. TB ക്ഷയത്തിന്റെ ചികിത്സാ രീതിയാണ്. ഓക്കെ. രോഗങ്ങളെ പറ്റി പഠിക്കാൻ ലാബിൽ വളർത്തുന്ന ചെറുതും ത്രിമാന രൂപത്തിലുള്ള ടിഷ്യൂ മാതൃകകളെ പറയുന്ന പേരെന്താണ് കുട്ടികളെ? നല്ല ഒരു നിലവാരമുള്ള ചോദ്യമാണ്. കുട്ടികളെ. ഓക്കെ. ഓക്കെ, ഏതാ കുട്ടികളെ? ഓർഗനോയിഡ് അല്ലെ. ഓർഗനോയിഡ് ആണ് ആൻസർ. ടഫ് ക്വസ്റ്റ്യൻ. ടഫ് ക്വസ്റ്റ്യൻ ആണ് അല്ലെ. ഓർഗനോയിഡ് ആണ് ആൻസർ. ഓപ്ഷൻ ഡി വരും. ടഫ് ക്വസ്റ്റ്യൻ. വായു മലിനീകരണം അളക്കുന്നതിനും അന്തരീക്ഷത്തിലെ സൾഫർ ഡയോക്സൈഡിന്റെ സാന്നിധ്യം തിരിച്ചറിയുന്നതിനും സഹായിക്കുന്ന പ്രകൃതിദത്ത സൂചകങ്ങൾ. നമ്മൾ POയ്ക്കുൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ, ഏതാ കുട്ടികളെ? ലൈക്കൻ ആണല്ലേ. ലൈക്കൻ. ഓക്കെ, ലൈക്കൻ. ഓക്കെ, അപ്പൊ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളെ ക്ലാസ് കണ്ടിട്ടുള്ളവർക്ക് ഈസി. പക്ഷെ പൊതുവെ POയ്ക്ക് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ടഫായിട്ട് വരും കേട്ടോ.
ഓക്കെ, നിങ്ങൾക്ക് എഴുതാൻ പറ്റി കാണും, നിങ്ങൾ എഴുതി കാണും, കാരണം നമ്മൾ ക്ലാസ് ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പം ഈസി പൊതുവെ നോക്കുകയാണെങ്കിൽ കൺഫ്യൂസിങ് ആണ്. ക്ലിയർ ആണ്. താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനയും അതിനുള്ള കാരണവും ശ്രദ്ധാപൂർവം വായിച്ച് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക എന്നാണ് ചോദ്യം. ഓക്കെ, ഒന്ന് ചെയ്തിടാം, ഒന്ന് വായിച്ചു നോക്കിയേ. SCERT ആണ്, SCERT ആണ്. നോക്കാം. പ്രസ്താവന: മികച്ച ഇനം വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്നതിനായി ശാസ്ത്രജ്ഞരും കർഷകരും കൃത്രിമ പരാഗണം നടത്താറുണ്ട്. അല്ലേ? പ്രസ്താവന ശരിയാണ് അല്ലേ? പ്രസ്താവന ശരിയാണ്. അതായത് മികച്ച ഇനം വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്നതിനായി ശാസ്ത്രജ്ഞരും കർഷകരും കൃത്രിമ പരാഗണം നടത്താറുണ്ട്. കാരണം ആൺപൂവിലെ പരാഗരേണുക്കൾ അനുയോജ്യമായ പെൺപൂവിലെ തന്തുകത്തിൽ വീഴുമ്പോഴാണ് മികച്ച ഫലങ്ങൾ ഉണ്ടാകുന്നത്. നിങ്ങളൊന്ന് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റും കേട്ടോ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റും ഒന്ന് വായിച്ചു നോക്കിയേ. ഓക്കെ, കൃത്രിമ പരാഗണം SCERT ബേസ് ചെയ്തിട്ടാണ്. എന്തുകൊണ്ട് തെറ്റായി? ഫിലമെന്റിൽ വീഴുമ്പോഴാണോ മികച്ച ഫലങ്ങൾ ഉണ്ടാകുന്നത്? ഫിലമെന്റ് ആണോ? ഫിലമെന്റ് അല്ലല്ലോ. ഫിലമെന്റ് എന്ന് പറയുമ്പോൾ സ്റ്റിഗ്മയാണ് വരേണ്ടത് കേട്ടോ. ഫിലമെന്റ്, സ്റ്റിഗ്മ അല്ലെങ്കിൽ പരാഗണ സ്ഥലത്ത് അല്ലെങ്കിൽ സ്റ്റിഗ്മയാണ്. തന്തുകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുരുഷ ലൈംഗിക ഭാഗമാണ് എന്ന് പറയുന്നത് കുട്ടികളെ, ഫിലമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പം സ്റ്റിഗ്മയാണ് വരേണ്ടത്. അപ്പൊ അത് തെറ്റാണ്. അപ്പം എ ശരിയാണ്, 6 തെറ്റാണെന്ന് വരും കേട്ടോ. എ ശരിയാണ്, 6 തെറ്റാണെന്ന് വരും കേട്ടോ. എ ശരിയാണ്, 6 തെറ്റാണെന്ന് വരും. ഓക്കെ, ഇവിടെ നമ്മൾ ഓപ്ഷൻ ബിയിൽ പറയുന്നത് എയും 6ഉം ശരിയാണെന്നാണ്. അപ്പൊ 6 തെറ്റാണ്. അപ്പൊ എ ശരിയാണ്, 6 തെറ്റാണ്. ടഫ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓക്കെ, നമുക്ക് നോക്കാം. എന്തെങ്കിലും ചലഞ്ച് ചെയ്യാൻ വകുപ്പുണ്ടെങ്കിൽ നമുക്ക് ചലഞ്ച് ഡിലീറ്റ് ആക്കാം. കണ്ടൽ കാടുകൾക്കിടയിൽ എൻ്റെ ജീവിതം ആരുടെ ആത്മകഥ എന്ന് ചോദിച്ചിട്ടുണ്ടല്ലേ? ഇത് നമുക്ക് SCERT ബേസ് ചെയ്ത് തന്നെയാണ് ആ ചോദ്യം വന്നിരിക്കുന്നത്. കണ്ടൽ കാടുകൾക്കിടയിൽ എൻ്റെ ജീവിതം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. കല്ലേൽ പൊക്കുടന്റെ ആത്മകഥയാണ് ഈസി ക്വസ്റ്റ്യൻ. മനുഷ്യ ശരീരത്തിൽ ഏത് ഹോർമോണിന്റെ ഏറ്റക്കുറച്ചിലുകളാണ് ദൈനംദിന ഉറക്കത്തിന്റെയും ഉണരലിനെയും സ്വാധീനിക്കുന്നത്? മനുഷ്യ ശരീരത്തിൽ ഏത് ഹോർമോണിന്റെ ഏറ്റക്കുറച്ചിലുകളാണ് ദൈനംദിന ഉറക്കത്തിന്റെയും ഉണരലിനെയും സ്വാധീനിക്കുന്നതെന്നാണ് ചോദ്യം. ഉറങ്ങാനും ഉണരാനും സഹായിക്കുന്നത് മെലാട്ടോണിൻ, ഈസി ക്വസ്റ്റ്യൻ. ഇതൊക്കെ എത്ര തവണ റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണല്ലേ? മെലാട്ടോണിൻ ഈസി ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അടുത്ത താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ശ്രദ്ധാപൂർവം വായിച്ച് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക എന്നാണ്. ഒന്ന് തിരഞ്ഞെടുത്തേ. പിള്ളേരെ, കട്ടി കൂടിയ ഭിത്തിയും ഉയർന്ന മർദ്ദത്തിൽ ഹൃദയത്തിൽ നിന്ന് രക്തം വഹിക്കുന്നതുമായ രക്തക്കുഴലുകളാണ് ധമനികൾ. ശരിയല്ലേടാ? കട്ടി കൂടിയ ഭിത്തി, ഉയർന്ന മർദ്ദത്തിൽ ഹൃദയത്തിൽ നിന്ന് രക്തം വഹിക്കുന്ന രക്തക്കുഴലുകളാണ് ഏതെന്ന് പറയുന്നത്? ധമനികൾ. ഓക്കെ അല്ലേ? ധമനികൾ. ഓക്കെ, ക്ലിയർ ആണ്. ഒറ്റ നിര കോശങ്ങൾ മാത്രമുള്ളതും ഭിത്തിയുള്ളതും കുറഞ്ഞ മർദ്ദത്തിലും കുറഞ്ഞ വേഗത്തിലും രക്തമൊഴുകുന്നതുമായ രക്തക്കുഴലുകളാണ് സിരകൾ. അത് ഏതിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്? ഒറ്റ നിര കോശങ്ങൾ, ഭിത്തിയുള്ളതും കുറഞ്ഞ മർദ്ദത്തിലും, അത് ഏതിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്? ഒറ്റ നിര കോശങ്ങൾ കൊണ്ടുള്ള ഭിത്തി വരുന്നത് ഏതിലാ കുട്ടികളെ? അത് ലോമികയിലാണ്. ലോമിക, കാപ്പിലറീസ് ആണ്. അപ്പൊ ബി തെറ്റാണ് അല്ലേ? ബി തെറ്റാണ്. ഓക്കെ, അടുത്ത കട്ടി കുറഞ്ഞ ഭിത്തിയുള്ളതും വാൽവുകൾ കാണപ്പെടുന്നതും ഹൃദയത്തിലേക്ക് രക്തം വഹിക്കുന്നതുമായിട്ടുള്ള കുഴലുകളാണ് ഏത്? സിരകൾ. ഏതാ കുട്ടികളെ? സിരകൾ. ഓക്കെ, അപ്പൊ അത് തെറ്റാണ്. ഓക്കെ, അപ്പം അവയവങ്ങളിൽ നിന്ന് അവയവങ്ങളിലേക്ക് രക്തത്തെ വഹിക്കുന്ന രക്തക്കുഴലുകളാണ് പോർട്ടൽ സിരകൾ. അത് ശരിയാണ്. ഓപ്ഷൻ ഡി ആണ്. എയും ഡിയും ശരിയാണെന്നാണ്. ഇത് പിള്ളേരെ, ഇത് SCERT ആണ്.
SCERT-യിൽ ഈ ഒരു ഭാഗം കൊടുത്തിട്ടുണ്ട്, ധമനികളെ സ്ഥിരകളെന്നും പറഞ്ഞിട്ടൊരു ഭാഗം കൊടുത്തിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ഒരു ചെറിയൊരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ ഷോർട്ട് വീഡിയോ നിങ്ങൾ കണ്ടാൽ മതി, നിങ്ങൾക്ക് ഈ പറയുന്ന എല്ലാ പോയിന്റും നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. ഓക്കെ, ഞാൻ അത് ഇമേജ് വെച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ, കണ്ടാൽ മതി നിങ്ങൾക്ക്. എന്താണ് പറയുന്നത്, നിങ്ങൾ പഠിക്കേണ്ടതാണ് ഈ ക്വസ്റ്റ്യൻ. ഓക്കെ, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഈ ക്വസ്റ്റ്യൻ. ഓക്കെ, ഈ മാരത്തോൺ തുടങ്ങിയ ശേഷം പറഞ്ഞിട്ടുണ്ടോ എന്ന് അറിയത്തില്ല, ക്ലാസ്സിൽ പറഞ്ഞിട്ടില്ല, പക്ഷേ യൂട്യൂബിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് പക്ഷേ പഠിച്ചിട്ടുള്ളവർക്ക് മാത്രമേ എഴുതാൻ പറ്റത്തുള്ളൂ. ഓക്കെ, നിങ്ങൾ എഴുതിയെന്ന് വിശ്വസിക്കുന്നു. എഴുതിയോ? എഴുതി. ഓക്കെ, മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഇത് കൺഫ്യൂസിങ് ആയിരിക്കും കേട്ടോ. അത് പഠിക്കാതെ പോയ ആൾക്കാർക്ക് ഇത് കൺഫ്യൂസിങ് ആയിരിക്കും. ഓക്കെ അല്ലേ? ശരി. മനുഷ്യ ശരീരത്തിൽ കാൽസ്യം ആഗിരണം ചെയ്യുന്നതിന് സഹായിക്കുന്ന വിറ്റാമിൻ എ എന്നാണ് ചോദ്യം. മനുഷ്യ ശരീരത്തിൽ കാൽസ്യം ആഗിരണം ചെയ്യുന്ന സഹായിക്കുന്നത്, കാൽസ്യം ആയാലും ഫോസ്ഫറസ് ആയാലും ആഗിരണം ചെയ്യുന്നത് സഹായിക്കുന്ന ആരാ കുട്ടികൾ? വൈറ്റമിൻ ഡി ആണ്. ഓപ്ഷൻ ഇ അല്ല, സോറി, ഇ അല്ല, ക്വസ്റ്റ്യൻ ഈസിയാണ്. അടുത്ത, മലിനമായ മണ്ണ്, ജലം, വായു തുടങ്ങിയ ചുറ്റുപാടുകളിൽ നിന്ന് മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ സൂക്ഷ്മാണുക്കളെയും സസ്യങ്ങളെയും ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യ എന്താണ്? നല്ല ഒരു ചോദ്യം. ഓക്കെ, നല്ലൊരു ചോദ്യമാണ്. ഒന്ന് കമന്റ് ചെയ്തേ, ആർക്കറിയാം ഉത്തരം? മലിനമായ മണ്ണ്, ജലം, വായു തുടങ്ങിയ ചുറ്റുപാടുകളിൽ നിന്ന് മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിന് സൂക്ഷ്മാണുക്കളെയും സസ്യങ്ങളെയും ഉപയോഗിക്കുന്നതിന് പറയുന്ന പേര് എന്തെന്നാണ് ചോദ്യം. എല്ലാവരും വായിച്ചൊക്കെ ഉത്തരവെടുക്കാൻ പറ്റുമോ നോക്കി. ബയോടെക്നോളജി അല്ല എന്ന് കിട്ടും. ബയോ വെൻഡിങ് ആണോ, ബയോ സ്പാർജിങ് ആണോ എന്നുള്ളതൊക്കെ ചോദിക്കും. അപ്പോൾ ആൻസർ ബയോ റെമഡിയേഷൻ ആണ് കേട്ടോ. ബയോ റെമഡിയേഷൻ, ഓപ്ഷൻ ഡി ആണ്. ബയോ റെമഡിയേഷൻ എന്നതാണ് ആൻസർ. ബയോ റെമഡിയേഷൻ. വളരെ ടഫ് ക്വസ്റ്റ്യൻ ആണ്. ആ ഒരു ഭാഗമൊക്കെ പഠിച്ചിട്ടുള്ളവർക്ക് മാത്രമേ എന്താണ് കുട്ടികളെ, ഓക്കെ, കിട്ടാൻ ചാൻസ് ഉള്ളൂ. ഇത് കിട്ടിയാൽ അഡ്വാൻറ്റേജ് ആണ് കേട്ടോ. ഈ ബയോ വെൻഡിങ് എന്ന് പറഞ്ഞാലും ബയോ സ്പാർജിങ് എന്ന് പറഞ്ഞാലും ഇത് ബയോ റെമഡി പറയുന്ന ബയോ റെമഡിയേഷന്റെ ഭാഗമായിട്ട് മണ്ണിലും വെള്ളത്തിലും വായു കടത്തിവിടുന്ന പ്രത്യേക രീതിയാണ്. ബയോ വെൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബയോ സ്പാർജിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഈ ബയോ റെമഡിയേഷന്റെ ഭാഗമായിട്ട് വായു നമ്മുടെ ഈ മണ്ണിലും വെള്ളത്തിലും കടത്തിവിടുന്നതിനാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, ആ ഏരിയ എടുത്തുതരാം കേട്ടോ. ഞാൻ ഒന്നീ ഷോർട്ട് വീഡിയോ ആയിട്ട് യൂട്യൂബിൽ ഇടും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്ലാസ് ആയിട്ട് എടുത്തുതരാം കേട്ടോ. ഓക്കെ, ഭാഗ്യലക്ഷ്മി ഏത് സസ്യത്തിന്റെ സങ്കരയിനമാണ്? നമ്മൾ പറഞ്ഞല്ലേ ഭാഗ്യലക്ഷ്മി നല്ല പയർ പോലെ നിൽക്കുമെന്ന്. ഓക്കെ അല്ലേ? ഓപ്ഷൻ ബി, പയർ. ഉത്കൃഷ്ടവാതകങ്ങൾ അല്ലാത്ത മൂലകം ഏതെന്നാണ് ചോദ്യം. എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണല്ലേ. ഉത്കൃഷ്ടവാതകമല്ലാതെ സിലിക്കൺ ആണല്ലേ. സിലിക്കൺ ആണ് ആൻസർ. ഉത്കൃഷ്ടവാതകമല്ലാത്ത ഏതാ കുട്ടികളെ? സിലിക്കൺ ആണല്ലേ. അത് ഈസി ക്വസ്റ്റ്യൻ ആണ്. അടുത്ത, കലാമിൻ. നമ്മൾ എത്ര തവണ POQ ചെയ്തതാണ് കലാമിൻ. അത്രത്തോളം റിപ്പീറ്റ് വന്നിട്ടുള്ള ഒരു ഈസി ക്വസ്റ്റ്യൻ ആണ് കലാമിൻ. കലാമിൻ ഏതാവുള്ളത്? സിങ്കിൻ്റെ അയിരാണ് കലാമിൻ അല്ലേ. കലാമിൻ. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത് അല്ലേ. സിങ്കിൻ്റെ അയിരാണ് കലാമിൻ. വസ്തുക്കൾക്ക് സ്ഥാനം മൂലമോ കോൺഫിഗറേഷൻ മൂലമോ ലഭിക്കുന്ന ഊർജം. സ്ഥാനം മൂലം ലഭിക്കുന്ന ഊർജം ഏതാ കുട്ടികളെ? സ്ഥാനം മൂലം ലഭിക്കുന്ന ഊർജം പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുമ്പം സ്ഥിതികോർജം. ഈസി ക്വസ്റ്റ്യൻ. ഓക്കെ, ജലത്തിന്റെ സാന്ദ്രത ഏറ്റവും അധികമാകുന്ന താപനില. ജലത്തിന് ഏറ്റവും കൂടുതൽ സാന്ദ്രത അനുഭവപ്പെടുന്ന താപനില. ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ജലത്തിന് ഏറ്റവും കൂടുതൽ സാന്ദ്രത അനുഭവപ്പെടുന്ന താപനില ഏതാ? 4 ഡിഗ്രി സെൽഷ്യസിലാണ് ജലത്തിന് ഏറ്റവും ഉയർന്ന സാന്ദ്രതയും ഏറ്റവും കുറഞ്ഞ വ്യാപ്തവും അനുഭവപ്പെടുന്നത്. ഏറ്റവും കൂടിയ സാന്ദ്രതയും ഏറ്റവും കുറഞ്ഞ വ്യാപ്തവും അനുഭവപ്പെടുന്നത് 4 ഡിഗ്രിയിൽ. ഏറ്റവും കുറഞ്ഞ സാന്ദ്രതയും ഏറ്റവും കൂടിയ വ്യാപ്തവും അനുഭവപ്പെടുന്നത് 0 ഡിഗ്രിയിൽ. മനസ്സിലായോ? 4 ഡിഗ്രിയിൽ സാന്ദ്രത, ഡെൻസിറ്റി ഹൈ, വോളിയം ലോ. ഓക്കെ, 0 ഡിഗ്രിയിൽ ഡെൻസിറ്റി ലോ, വോളിയം ഹൈ. ഓക്കെ, പഠിച്ചോണം. അത് രണ്ടും ചോദിക്കും കേട്ടോ. ഓക്കെ, പവറിന്റെ SI യൂണിറ്റ്
വാട്ടാണ്. വാഹനങ്ങളുടെയും മോട്ടോറുകളുടെയും പവർ കുതിരശക്തിയിൽ സൂചിപ്പിക്കാറുണ്ട്. എന്നാൽ ഒരു കുതിരശക്തി എത്ര വാട്ട് എന്നാണ് ചോദ്യം. ഇതൊക്കെ സ്ഥിരം ചോദിക്കുന്നതാണ്. 746 ഈസി ക്വസ്റ്റ്യൻ. ആൽക്കലൈൻ എർത്ത് ലോഹങ്ങളിൽ അറ്റോമിക മാസ് ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതെന്നാണ്? ഒന്ന് കമന്റ് ചെയ്തേടാ. ആർക്കെങ്കിലും അറിയാമെന്ന് നോക്കട്ടെ. ആൽക്കലൈൻ എർത്ത് ലോഹങ്ങളിൽ അറ്റോമിക മാസ് ഏറ്റവും കൂടുതൽ ഏതിനാണ് കുട്ടികളെ? റേഡിയമാണ് ആൻസർ അല്ലേ? റേഡിയം. ഓക്കെ, റേഡിയമാണ് അല്ലേ? റേഡിയം. മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ എന്ത് കൂടും കുട്ടികളെ? അറ്റോമിക മാസ് കൂടും അല്ലേ? ഓക്കെ, ഗ്രൂപ്പില് മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ പ്രോട്ടോണുകളുടെ ന്യൂട്രോണുകളുടെ എണ്ണം കൂടുന്നത് കൊണ്ട് തന്നെ അറ്റോമിക മാസ് കൂടും. പക്ഷേ ഈ ക്വസ്റ്റ്യൻ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ അല്ല. ടഫ് ക്വസ്റ്റ്യൻ ഇടണോ കൺഫ്യൂസിങ് ഇടണോ? നിങ്ങൾ പറ. പരീക്ഷ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ട് നിങ്ങൾ പറഞ്ഞേ, ടഫിലിടണോ ഈസിയിലിടണോ? ടഫാണോ കൺഫ്യൂസിങ് ആണോ? ഓക്കെ, ടഫിലിടാം. ഓക്കെ, ടഫിലിടാം. അടുത്ത, ഇവയിൽ പ്രകൃതിദത്ത പോളിമർ ഏതെന്നാണ് ചോദ്യം. പ്രകൃതിദത്ത പോളിമർ ഏതാ കുട്ടികളെ? ഒന്ന് കമന്റ് ചെയ്തേ. പ്രകൃതിദത്ത പോളിമർ ഏതാണ്? പ്രകൃതിദത്ത പോളിമർ സെല്ലുലോസ് ആണല്ലേ? സെല്ലുലോസ് ആണ് പ്രകൃതിദത്ത പോളിമർ അല്ലേ? സെല്ലുലോസ് ആ സസ്യങ്ങളിൽ കാണപ്പെടുന്നതാണ് ഈ എന്ന് പറയുന്നത് സെല്ലുലോസ് നമുക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുമോ കുട്ടികളെ? സെല്ലുലോസ് നമുക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. സെല്ലുലോസ് നമ്മുടെ ശരീരത്തിന് ഡൈജസ്റ്റ് ചെയ്യാനുള്ള കഴിവില്ല. ഓക്കെ അല്ലേ? കഴിവില്ല. പിള്ളേരെ, കരവസ്തുക്കൾ ചൂടാക്കുമ്പോൾ അവ നേരിട്ട് വാതകമായി മാറുന്ന പ്രക്രിയ. അത് ഈസി ക്വസ്റ്റ്യൻ ആണേ. ഓക്കെ, കരവസ്തുക്കൾ ചൂടാക്കുമ്പോൾ അവ നേരിട്ട് ഏതാണ് കുട്ടികളെ സംഭവിക്കുന്നത്? ഉത്പതനം, സബ്ലിമേഷൻ. ഈസി ക്വസ്റ്റ്യൻ. ഉത്പതനം അല്ലെങ്കിൽ സബ്ലിമേഷൻ. അടുത്ത്, താഴെ കൊടുത്തിരിക്കുന്ന ഏത് ആവൃത്തിയിലുള്ള ശബ്ദമാണ് മനുഷ്യന് കേൾക്കാൻ സാധിക്കുന്നത്? മനുഷ്യന്റെ നമുക്കറിയാം, ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെയാണ് നമുക്ക് കേൾക്കാൻ പറ്റുന്നത്. 5 ഹെർട്സ് അതിനേക്കാൾ താഴെയാണ്. 2000 ഹെർട്സ് അതിനുള്ളിലുള്ളതാണ്. 200 കിലോ ഹെർട്സ് അതിനേക്കാൾ കൂടിയതാണ്. 2000 കിലോ ഹെർട്സും അതിനേക്കാളും കൂടിയതാണ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ആൻസർ. ഈസി ക്വസ്റ്റ്യൻ എന്ന് ഞാൻ പറയത്തുള്ളൂ. വായിച്ചൊക്കെ എഴുതാൻ പറ്റണം നമുക്ക്. കാരണം നിങ്ങൾക്ക് ഡയറക്റ്റ് ചോദ്യം തന്നെ വരണമെന്നില്ല. 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെയാണെന്ന് അറിയാം. 5 ഹെർട്സ് 20 ഹെർട്സിനേക്കാൾ താഴെയാണ്. 200 കിലോ ഹെർട്സ് എന്ന് പറയുമ്പോൾ അതെന്താണ് കുട്ടികളെ? അത് കൂടുതലാണ്. 2000 കിലോ ഹെർട്സ് എന്ന് പറയുമ്പോൾ അതും കൂടുതലാണ്. സോ ആൻസർ ഏത് വരും കുട്ടികളെ? ആൻസർ ഓപ്ഷൻ ബി വരും. 2000 ഹെർട്സ് വരും. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തേ. കാർബൺ 12, കാർബൺ 13, കാർബൺ 14 എന്നിവ കാർബണിന്റെ പ്രകൃതിദത്ത ഐസോട്ടോപ്പുകളാണ്. ഇതിൽ സ്ഥിരതയുള്ളതും ലഭ്യത കൂടിയതുമായിട്ടുള്ള കാർബൺ ഐസോട്ടോപ്പ് ഏതെന്നാണ് ചോദ്യം. പിള്ളേരെ, ഏറ്റവും സ്ഥിരതയുള്ളതും പ്രകൃതിയിൽ 98.9% കാണുന്നതുമായിട്ടുള്ള കാർബണിന്റെ ഐസോട്ടോപ്പ് കാർബൺ 12 ആണ്. പ്രകൃതിയിൽ 98.9% ഏത് കാണപ്പെടുന്ന കുട്ടികളെ? C12, കാർബൺ 12 കാണപ്പെടുന്നത് 98.9%. സോ ഇവിടെ ആൻസർ ഓപ്ഷൻ എ ആണ്. ആൻസർ. ടഫ് ക്വസ്റ്റ്യൻ എന്നല്ലാതെ ഒന്നും പറയാനില്ല കേട്ടോ. നിങ്ങൾ കുറെ ആൾക്കാർ എഴുതും കേട്ടോ. ഈ സയൻസ് ഒക്കെ പഠിച്ച് സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആൾക്കാർക്ക് എഴുതാൻ പറ്റും. റേഡിയോ ആക്റ്റീവ് C14 ആണ് കേട്ടോ. കാർബൺ 14 ആണ് കേട്ടോ റേഡിയോ ആക്റ്റീവ്. ഓക്കെ, റേഡിയോ ആക്റ്റീവ് 14 ആണ്. ഓക്കെ, അപ്പം നമ്മൾ 80 ക്വസ്റ്റ്യൻ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് അതിൽ എത്ര എണ്ണം നമുക്ക് ഈസി കാറ്റഗറി ഉണ്ടെന്ന് നോക്കാം. ഓക്കെ, ഈസി കാറ്റഗറി നമുക്ക് നോക്കാം കേട്ടോ. പൊക്കളില്ല, നമുക്ക് അതുകൂടെ പറഞ്ഞിട്ട് നമുക്ക് പോവാം കേട്ടോ.
ഈസി കാറ്റഗറി ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ എൻ്റെ കൂടെ എണ്ണിക്കോണേ പിള്ളേരെ, എൻ്റെ എണ്ണം ചിലപ്പോൾ തെറ്റും. 1 2 3 1 2 3 4 5 6 7 8 8 9 ഇവിടെ എങ്ങും ഇല്ല. 10 11 ഓക്കെ, ഇത് നമ്മൾ ഇട്ടിട്ടില്ല. 12 13 ഓക്കെ, ഇവിടെ എങ്ങും ഇല്ല. 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 34 35 36 37 38 39 40 41 42 42 43 44 ഓക്കെ. ഇത് ഞാൻ ഏതിലിരുന്നോടെ ഈ രക്തക്കുഴലിലുള്ള ചോദ്യം 44 പറഞ്ഞു നിർത്തിയത്. ഏത് എണ്ണം? നിങ്ങളിത് പഠിച്ചിട്ടുണ്ട്, പക്ഷെ പൊതുവേ ഒരു ഉദ്യോഗാർത്ഥി ഇത് നോക്കിയിട്ടായിരിക്കും പോകുന്നതായിരിക്കും അല്ലേ, ഇപ്പോൾ പരീക്ഷ ചോദിച്ചുകൊണ്ട്. ഓക്കെ, അപ്പോൾ അത് ഈസി തന്നെ ഇടാം. 45 ഓക്കെ, ഈസി തന്നെ ഇടാം. റീസെൻ്റ് ആയിട്ട് ചോദിച്ചില്ല, നോക്കിയിട്ടേ പോകത്തുള്ളൂ. 46 47 48 ഇതുണ്ട് 49 50 ഓക്കെ 50 ഇതുണ്ട് 51 52 52 ഓക്കെ 53 54 55 ഓക്കെ. അതായത് നമ്മൾ 80 ചോദ്യം നോക്കിയതിൽ 55 ചോദ്യങ്ങൾ, അതായത് 55 ചോദ്യങ്ങൾ വളരെ എളുപ്പമുള്ള ചോദ്യങ്ങൾ എന്ന രീതിയിൽ നമുക്ക് പറയാൻ പറ്റുന്നതാണ്. അതിൽ തന്നെ തെറ്റാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ബാക്കിയുള്ള 55 പോയിട്ട് ബാക്കിയുള്ള 25 ചോദ്യങ്ങളിൽ നല്ല ടഫ് ക്വസ്റ്റ്യൻ ഉണ്ട്, കൺഫ്യൂസിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഉണ്ട്. ഓക്കെ അല്ലേ? ഇനി മാത്സ് എങ്ങനെ ഉണ്ടായിരുന്നു? ക്വസ്റ്റ്യൻ ഒക്കെ നിങ്ങൾ കണ്ടേ മാത്സ് ഞാൻ ക്വസ്റ്റ്യൻ നോക്കിയപ്പോൾ എൻ്റെ ഒരു ഒപ്പീനിയൻ വെച്ചിട്ട് എത്ര എണ്ണമൊക്കെ എഴുതിയെടുക്കാൻ പറ്റും? ഓക്കെ, എത്ര എണ്ണമൊക്കെ എഴുതിയെടുക്കാൻ പറ്റും? നിങ്ങളൊന്ന് പറഞ്ഞേ. മാത്സ് ക്വസ്റ്റ്യൻ പരീക്ഷ എഴുതിയ ആൾക്കാരൊന്ന് പറഞ്ഞേ. ടൈം കൺസ്യൂമിങ് ആണ്, ടൈം തികച്ചെടുക്കാൻ പറ്റുമോ ഇല്ല എന്നുള്ള കാര്യമൊക്കെയാണ്. കണ്ടില്ല, മാത്സ് കണ്ടില്ല. ഓക്കെ, മാത്സ് പിള്ളേരെ നമ്മുടെ സീരീസ്, പ്രായം, അതൊക്കെ തന്നെയാണ് മാത്സിലും വന്നിരിക്കുന്നത്. ഓക്കെ ശരി, ഇപ്പൊ ഇതിലെന്തായാലും ഒരു 50 മുതൽ 55 മാർക്ക് വരെ, 80 ചോദ്യത്തിൽ 50 മുതൽ 55 മാർക്ക് വരെ ഒരുവിധം എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. 50 മുതൽ 55 വരെ മാത്സ് നമുക്ക് ചെയ്യണോ? മാത്സ് ഇപ്പൊ എടുക്കണോ? കേട്ടോ, ഒരു 50 മുതൽ 55 മാർക്ക് വരെ എല്ലാവർക്കും എടുക്കാൻ പറ്റുന്ന ഈസി ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. മാത്സിൽ ഒരു 15 ആണെങ്കിലും കേട്ടോ, ഒരു 65 പ്ലസ് ഒക്കെ എല്ലാവർക്കും കേട്ടോ, 65 പ്ലസ് ഒക്കെ എല്ലാവർക്കും എന്ത് ചെയ്യാൻ പറ്റും 65 പ്ലസ് ഒക്കെ. ഓക്കെ, 65 മാർക്കൊക്കെയാണ് ഒരു ആവറേജ് മാർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അത്രയൊക്കെ വരത്തുള്ളൂ. ഇതിൻ്റെയൊക്കെ നോർമലൈസേഷനൊക്കെ പോയിട്ട് ഇതുപോലത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ കട്ട് ഓഫ് അത്രയൊക്കെ വരത്തുള്ളൂ. പ്രിലിംസ് അല്ലേ? ഓക്കെ, നോർമലൈസേഷനൊക്കെ പോയിട്ട് ഒരു മിനിമം ഒരു കട്ട് ഓഫ് എന്ന് പറയുന്നത് ഒരു 60 to 65 ആയിരിക്കും വരുന്നത് കേട്ടോ. മാത്സ് ഞാൻ നോക്കിയതിൽ എനിക്ക് തോന്നിയത് ഒരു 15 ഈസി ആയിട്ട് എഴുതിയെടുക്കാൻ പറ്റുമെന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് മാത്സും കൂടെ നോക്കണമെങ്കിൽ മാത്സും കൂടെ നോക്കാം, അല്ലെങ്കിൽ നമുക്ക് ഉച്ചയ്ക്ക് ശേഷം നമുക്ക് മാത്സ് ചെയ്യാം. ഉച്ചയ്ക്ക് ശേഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 3 മണിക്ക് ശേഷം അങ്ങനെ മാത്സ് ചെയ്യാം നമുക്ക്. ഓക്കെ അല്ലേ? ഇപ്പം നിങ്ങൾ ലെഫ്റ്റ് ആയിക്കോളൂ കേട്ടോ. അപ്പം ഞാൻ പറയണത് ഇനി പരീക്ഷയുള്ളവർ ശ്രദ്ധിക്കാനായിട്ട് പറയണതാണ്. നമുക്ക് ഈ ക്വസ്റ്റ്യൻ കണ്ടോ, ഞാൻ എണ്ണിയാണ്, നിങ്ങളെ കൊണ്ട് എണ്ണിപ്പിച്ചാണ് ഞാൻ പറഞ്ഞത്. അതായത് ചോദ്യങ്ങൾ പാടുള്ളതില്ല എന്ന് ഞാൻ പറയുന്നില്ല. ചോദ്യങ്ങൾ പാടുള്ളത് തന്നെയാണ്. 20 to 25 ചോദ്യങ്ങൾ പാടുള്ള ചോദ്യങ്ങൾ തന്നെയാണ്. എന്നാലും നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാനുള്ള സാധനം അതിനകത്തുണ്ട്. പ്രിലിംസ് ആണ്, റാങ്ക് ഒന്നും അടിക്കേണ്ട ആവശ്യമില്ല. അപ്പം മര്യാദയ്ക്ക് സ്കോർ ചെയ്യുക. പക്ഷേ പഠനം സ്ട്രോങ് ആക്കണം,
നന്നായിട്ട് സിലബസ് മാത്രം എടുത്ത് നോക്കിക്കൊണ്ടിരുന്നാൽ നടക്കൂല. ഞാൻ വീണ്ടും പറയുകയാണ്, സിലബസ് മാത്രം എടുത്ത് നോക്കിക്കൊണ്ടിരുന്നാൽ നടക്കൂല. സിലബസ് മാത്രം പഠിച്ചിട്ട് പോണ ആൾക്കാർ ഇത്ര പോലും മാർക്ക് സ്കോർ ചെയ്യത്തില്ല. ഓക്കെ, സിലബസിനെ കുറിച്ചൊരു ഐഡിയ ഉണ്ടാവണം. പക്ഷേ ഏരിയാസ് നമ്മൾ ചോദ്യത്തിൽ നിന്ന് ഏരിയാസ് കണ്ടെത്തി പഠിക്കേണ്ടിയിരിക്കുന്നു. സോ അങ്ങനെ തന്നെ പഠിക്കുക. ഓക്കെ, ശരി, ഇപ്പോൾ ലെഫ്റ്റ് ആവാം. ബാക്കി അപ്ഡേറ്റ്സ് ഞാൻ ഗ്രൂപ്പിൽ തരാം.